പൊന്നണിഞ്ഞും പുതുമോടിച്ചാന്തണിഞ്ഞും വരവായി വള്ളുവനാട്ടിൻ പൂക്കാലം. നിഴലണിക്കാവിലെ പഴമുറപ്പൂരമായി തിരുവരങ്കൻ വരും തുടിയിലെ താളമായി വരും നീ മേടപ്പൂങ്കാറ്റേ. അണിവാൽ തോരണങ്ങൾ മണിമേഘ ചാമരങ്ങൾ അഴകിന്നാലവട്ടങ്ങൾ ഇളനീർപ്പുക്കുലയുണ്ടേ നിറനാഴിച്ചന്തവുമുണ്ടേ കുടവാളൂരിയുറയും തിരുദേവി കോമരമുണ്ടേ മനസ്സിനുത്സവനാളല്ലേ പുലരാ തിരുനാളല്ലേ. പുലർവയിൽ പൊന്നണിഞ്ഞും പുതുമോടിച്ചാന്തണിഞ്ഞും വരവായി വള്ളുവനാട്ടിൻ പൂക്കാലം. നിഴലണിക്കാവിലെ പഴമുറപ്പൂരമായി തിരുവരങ്കൻ വരും തുടിയിലെ താളമായി വരും ഈ മേടപ്പൂങ്കാറ്റേ. ദാമേ കാപ്പി. ഇന്നിപ്പോ ട്രെയിൻ വൈകിട്ടുണ്ടാവോ ആവോ? എനിക്ക് തോന്നുന്നത് അവൻ ട്രെയിനിൽ ഇരുന്ന് ഉറങ്ങിയിട്ടുണ്ടാവും. നല്ല കുളിരെടുക്കണ തണുപ്പല്ലേ. നാടെന്ന് വെച്ച ജീവൻ കളയാൻ അവൻ ഉറങ്ങി അസലായി. അവൻ പഠിക്കലുണ്ട്. നീ ഒരു കാപ്പി കൊടുത്തേ. ഇനി ദിവസം തെറ്റിയാവോ? ഇങ്ങോട്ട് എത്തേണ്ട സമയം ആകുന്നേ ഉള്ളൂ. കാണാണ്ട് തിരക്കായില്ലേ? പിന്നില്ലാണ്ട് അവൻ ഇവിടുന്ന് പോയത് മുതല് വല്ല ആളനെ കൊണ്ടേ വീട്ടില്. നേരം പറഞ്ഞ 2 കൊല്ലായി. അത്രേ ഉള്ളൂ? നിങ്ങൾക്കല്ലെങ്കിൽ അവനോട് ഒരു സ്നേഹവും ഇല്ല. ഞാനിത്തിരി സ്നേഹം കൂടുതൽ കാണിച്ചാലും നീ എന്നെ കുറ്റമേ പറയും. ശാസിച്ചാൽ അതും കുറ്റം. ആരോ വരണുണ്ടല്ലോ. ആ, അത് നമ്മുടെ എഴുത്തച്ഛൻ പണിക്കരാ. എന്താ രണ്ടുപേരും കൂടി പഠിച്ചു പുറത്തിറങ്ങി നിൽക്കണത്? ഇളവയിൽ കായാനാണോ അതോ വല്ലവരെയും പ്രതീക്ഷിച്ച് നിൽക്കുവാണോ? മോൻ വരുന്നുണ്ട് പട്ടാളത്തിൽ നിന്ന്. ശശിയോ? ആ, ഇന്ന് തന്നെ എത്തുന്നുള്ളതിന് ഉറപ്പാണോ? ആ, അങ്ങനെയാണെങ്കിൽ ഇവിടെ വീട്ടിലെത്തിയാ പിന്നെ അവനെ പുറത്തേക്ക് വിടരുത്. കാരണം ഗുളികനും രാഘവത്ത മരണം തീർച്ചയാ. എന്താ താനീ പറയുന്നത്? ഒന്ന് തെളിച്ചു പറയൂ. കാര്യം പറ്റ ആൻഡോ ഇന്ന് വാടക്കാരെ ബലമായി ഒഴിപ്പിക്കുന്ന ദിവസാ. ശശിക്ക് ആൻഡോയുമായിട്ട് പഴയൊരു വടിയും കുന്തായിട്ട് കാര്യമ്പുലികളെ പോലെ ഒരു വറ്റം പട അവിടെ ഉണ്ട്. പട? ഓൻ പട്ടാളത്തിൽ നിന്നാ വരുന്നേ? ഏത് മാളത്തിൽ നിന്നാണെങ്കിലും വീട്ടിൽ വന്ന് കയറിയാ പിന്നെ അവനെ പുറത്തേക്ക് വിടണ്ട. ഇനി കുട്ടി ആ വഴിക്ക് വരുമോ? ഈ കൊച്ചാപ്പിയാണ് പറയണത്. ഇന്നേക്ക് 10-ാം നാൾ കുഞ്ഞുണ്ണിക്കുറിപ്പും കൂട്ടരും ചായക്കട ഒഴിഞ്ഞു പോയില്ലെങ്കിൽ എല്ലാത്തിനും അരിഞ്ഞു കളയും ഞാൻ. നിങ്ങൾക്ക് എന്നെ കുറിച്ച് എന്ത് മനസ്സിലാക്കുക? കരിമ്പറ്റത്തെ കുടുംബത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് വിചാരിച്ചാ? നിങ്ങളൊക്കെ നിർത്തിക്കുറിച്ചോളാൻ കഴിയുള്ളവരാണ്. സൂക്ഷിച്ചതിനെ കുത്തി മാനത്തി കഴിഞ്ഞാൻ. വെറുതെ പ്രശ്നം ഉണ്ടാക്കി എടോ കുറുപ്പേ, താൻ ഇറങ്ങിത്തരുന്നോ അവരെ ഇറക്കി വിടണോ? കുറിപ്പ് ഇവിടെ നിന്ന് ഒഴിയണമെന്ന് കോടതിയാണ് തീരുമാനിക്കേണ്ടത്. തറവാട്ടുകാരോട് ന്യായം പറയുന്നോടാ. തെമ്മാടിത്തരം പറയരുത്. നീ ചോദിക്കാനും പറയരുത്.
ഇവിടെ തട. ആകെ പ്രശ്നമായി. ശശി വന്നില്ലേ? എന്നിട്ട് അവനോടെ ശശി ഈ നാടിന്റെ പ്രശ്നങ്ങൾ തീർത്തോണ്ടിരിക്കുക. ഓടിഞ്ഞേടി ഓടിക്കടകൻ അങ്ങനെ അടിയാവൻ കൊല്ലവൻ. ഹായ് ഉഗ്രൻ. ഇന്നോടെ നിർത്തിക്കണം നിന്റെ തെമ്മാടിത്തം. ഇത് കുറെ കട്ടിയായി പോയല്ലോടാ. നീ വന്ന് ഇറങ്ങിയപ്പോ മുതൽ തല്ലും ബഹളും തുടങ്ങിയല്ലോടാ മോനെ. തുടങ്ങട്ടെ. തെമ്മാടിത്തരം കാണിച്ചാൽ ശശി ഇടപെടും. അത് വേറെ കാര്യം. എടാ തല്ല് തല്ലായിരിക്കണം. ഇത് ചാമയ്ക്ക് കതിരി വന്ന പോലെ ഉണ്ടല്ലോടാ. നീ ഒട്ടും മോശക്കാരനല്ലെന്ന് എനിക്കറിയാം. മുത്തശ്ശിക്ക് പറ്റിയ കൊച്ചുമൻ തന്നെ. നീ എന്നോട് മാസ് കളിക്കാതെ മര്യാദക്ക് പോയി ആ പ്ലാവിന് കൂമ്പ് വന്നോ നോക്കണേ. കിടക്കണവിടെ കഴിഞ്ഞില്ലേ? ശശി നിനക്ക് വെച്ചിക്കണില്ലേ? പോയി കുളിച്ചിട്ട് വന്നോളൂ. മതി മുത്തശ്ശി തിരുമിയത്. ഇനി പോയി കുളിച്ചു വന്ന് കഴിച്ചിട്ട് പിന്നെ തിരുമ. അടുത്ത തല്ലിന് നോക്കിക്കോ വഴി. ഏതായാലും കയ്യിൽ കടുകണ്ണ ആയില്ലേ എന്റെ നീ കാര്യം. വേറെ ആള് നോക്കണം. ആ ടീച്ചറേ, ഭാരതി ടീച്ചറേ. ടീച്ചർ ഞാൻ എവിടെ അന്വേഷിച്ചു. എന്താ കാര്യം? അതെ, ഞങ്ങളുടെ നാടകത്തിൽ അഭിനയിക്കുന്ന ഒരു നടിയെ വേണം. കാണാൻ സുന്ദരിയായിരിക്കണം. രാജകുമാരിയുടെ വേഷമാ. എന്താ എന്നെ അഭിനയിപ്പിക്കാൻ പോവാണോ? അയ്യോ, തയ്യൽ ക്ലാസ്സിൽ സുന്ദരി കുട്ടികൾ ഒരുപാടുണ്ടല്ലോ. അതിലേതെങ്കിലും ആയാലും മതി. എന്താ ഇവള് മതിയോ? ഇത് മതി. അയ്യോ ഇവളല്ല, ദേ ഇവള്. ഇത് ഇതാണെങ്കിൽ ഒന്ന് ഇന്റർവ്യൂ ചെയ്യണം. കഴിഞ്ഞ കൊല്ലത്തെ നാടകം പോലെ ആവോ? ആ ദിവസം നാടക ചരിത്രത്തിൽ ഒരു കറുത്ത ദിവസമായിരുന്നു. ഈ നാടകം അങ്ങനെയല്ല. പിന്നെ ഇതിൽ രാജകുമാരന്റെ വേഷം കിട്ടുന്ന ആരാന്നറിയോ? ഇല്ല, ആരാ? അയ്യോ, എനിക്ക് പിരിവെടുക്കാനുണ്ട്. നിങ്ങളോട് സംസാരിക്കുന്നതിൽ ആകെ പ്രശ്നവും. ശശി എത്തിയില്ലല്ലേ? ഇനി തുടങ്ങും നാടകവും കലാപരിപാടികളും. നീ തന്ന ബ്ലൗസ് നാളെ ഞാൻ എത്തിക്കാം. എന്താ പോരെ? വരട്ടെ വരട്ടെ. എവിടെ ഞാൻ ചോദിച്ച പുസ്തകം ഇന്നലെ തരാന്ന് പറഞ്ഞല്ലേ? അയ്യോ, ഞാനത് മറന്നു. ഈ ബുക്കും ബ്ലൗസും കൂടി നാളെ തരാം. ഓക്കേ. എടി പെണ്ണെ, നിക്കടി അവിടെ. ഹായ് ശശിയേട്ടൻ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? ഞാൻ വന്നപ്പോഴേ അറിഞ്ഞു. എന്തായാലും ആന്റപ്പൻ ഇനി ആ വഴിക്ക് വരൂല. പെണ്ണങ്ങ് വളർന്നു. അതെ, നീ ഇപ്പൊ എന്ത് ചെയ്യുന്നു? ടൈപ്പ് ഷോർട്ടാനും പാസ്സായി. പിന്നെ പോയില്ല. എന്താ? അച്ഛന് അടുപ്പിൽ ഊതാനും ഇഡലി കരയ്ക്കാനും ഒക്കെ ഒരാള് വേണ്ടേ? ആ, കടയാകുമ്പോ ഒരുപാട് പണിയുണ്ടാവൂലേ? കച്ചവടമൊക്കെ ഉണ്ടോ? അച്ഛന് പറ്റെഴുതാൻ ചുവര് തികയാതെയായി. ആ, നിന്നെ കല്യാണം കഴിച്ചു വിടുന്ന സമയത്ത് എല്ലാം കൂടി ഒന്നിച്ച് വാങ്ങാനാവും അച്ഛന്, അല്ലേ? എന്താ നോക്കണേ? എനിക്ക് കല്യാണം വേണ്ടെങ്കിലോ? ഇപ്പോഴിങ്ങനെയൊക്കെ പറയും.
ഏതെങ്കിലും ഒരു കട്ടമീശക്കാരൻ ഒരു ദിവസം തമിഴൻ ലോറിയിലെങ്ങ് വരും, പുകയൂരി കണ്ണു കലങ്ങി ഇരിക്കുമ്പോ ഇഷ്ടമാണോ എന്ന് ചോദിക്കും. അതോടുകൂടി ആനന്ദപുരത്തെ കുഞ്ഞുണ്ണിക്കുറുപ്പിന്റെ മകള് എല്ലാരും മറക്കും. എന്താ ശരിയല്ലേ? ഒക്കെ ശരി തന്നെ. പക്ഷേ അങ്ങനെയൊന്നും അല്ലാട്ടോ നടക്കാൻ പോണേ. പിന്നെങ്ങനെയാ? നിന്നങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല. അമ്പട കേമ, നീ മുത്തച്ഛയെ പറ്റിക്കുക. എന്താ അമ്മ അവിടെ? നീ അവിടെ മിണ്ടാതിരിക്കുക, വിളിക്കുമ്പോ വന്നാ മതി. എന്റെ പുന്നാര മുത്തശ്ശിക്ക് ഞാൻ എന്തൊക്കെയാ കൊണ്ടുവന്നിരിക്കുന്നെന്ന് അറിയോ? കൊട, ബാഗ്, കമ്പിളി, അതൊക്കെ നിന്റെ അച്ഛനും കൊണ്ടു കൊടുക്കടാ. മറ്റതെവിടെയാ? ഏത്? അപ്പൊ ഞാൻ എന്റെ കൂട്ടുകാർക്ക് എന്ത് കൊടുക്കും മുത്തശ്ശി? അവർക്ക് വല്ല ചോക്ലേറ്റോ മിഠായിയോ വാങ്ങിക്കൊടുക്കാം മോനെ. ഉം. എടാ ശശി, നീ ഇവിടുന്ന് പൂവതൊന്നും കഴിച്ചിരുന്നില്ലല്ലോ. ഉം, ഉം. നീ ഇതൊക്കെ വാങ്ങി കഴിച്ചതിന്റെ കൂമ്പ് കഴിക്കല്ലടാ ഉം. മോനെ. നീ അതുകൊണ്ട് എടുത്തേടാ, മുത്തച്ഛിക്ക് കഴിക്കാണ്ട. ആദ്യം ഞാൻ ചായ ആ, കഴിക്കാം. ചായ കുടിച്ചിട്ട് വാ. വന്ന് കാപ്പി കുടിക്കും. വരുന്നു. അമ്പട ഉമ്മ. കുറുപ്പേട്ടാ, കുറുപ്പേട്ടാ, ഇവിടെ ആരുമില്ലേ? ആരാ അത്? അല്ല, ഇതാരും ശശിയോ? വന്നൂന്നറിഞ്ഞു. വന്നപാടെ കുടിയൊഴിപ്പിക്കാൻ വന്നവരെ ഏറ്റുമുട്ടിന്ന് അറിഞ്ഞു. ആകെയുള്ള രത്താണിയാണ് ആ കട. അത് നഷ്ടപ്പെട്ടേനെ. കോടതി വിധി നമുക്ക് അനുകൂലല്ലേ? പണവും ബലവും കൊണ്ട് എന്തു ആകാമ? ആ, ചോദിക്കാൻ മറന്നു. ചേച്ചി എന്നാ ഡൽഹിന്ന് വന്നേ? കുറച്ചു നാളായി. മോന് ഒരു മിഠായി പോലും വാങ്ങിയില്ല. അത് സാരില്ല, ശശി ഇരിക്കൂ. ശാലിനി അവളെവിടെ? അവൾ അമ്മായിയെ കാണാൻ പോയിരിക്കുക. അമ്മായിക്ക് നല്ല സുഖമില്ല അത്രേ. ഗോപിയേട്ടൻ ഡൽഹിയിലല്ലേ? ഏട്ടൻ വിചാരിച്ച ശാലിനിക്ക് അവിടെ ഒരു ജോലി ഏർപ്പെടുത്താലോ? അതൊന്നും നടക്കില്ല. ആര് പറഞ്ഞാലും ഗോപിയേട്ടും കേക്കില്ല. എന്താ, ഞാൻ റെക്കമെൻഡ് ചെയ്യണോ? ഒരു കാര്യമില്ല. ഇനിയിപ്പോ ആര് പറഞ്ഞാലും ഗോപി അനുസരിക്കില്ല. ഒരു കുട്ടിയായതിനു ശേഷാത്രേ ഇവളുടെ ജാതകത്തിൽ ചൊവ്വാദോഷമുണ്ടെന്ന് കണ്ടുപിടിച്ചത്. കമ്പ്യൂട്ടർ ജാതകം. ആരും ഒന്നും പറഞ്ഞില്ലല്ലോ. വാർത്തയുടെ പുതുമ നശിച്ചപ്പോ ആരും ഒന്നും പറയാണ്ടായി. പിന്നീട് ഇതുവരെ കത്തൊന്നും വന്നില്ലേ? ഗോപിയേട്ടന് ഇനി ഒരു മനം മാറ്റം. ഏതോ ഒരു പഞ്ചാബി പെണ്ണിനു വേണ്ടി ഗോപി എന്തൊക്കെ ക്രൂരതകളാ ഇവളോട് കാണിച്ചെന്നറിയോ? ഒക്കെ ഇവളുടെ വിധിയ. ഭർത്താവ് ജീവിച്ചിരിക്കെ വിധവയായെന്ന് കരുതിയാ മതി. ഇല്ലാത്ത കാശുണ്ടാക്കി ഇവളെ കല്യാണം കഴിച്ച് അയച്ചപ്പോ ഒരു ഭാരം അങ്ങോട്ട് ഇറക്കി വെച്ചോന്ന് തോന്നിയതാ. ഇനി ഇളയവളുടെ കാര്യം ഓർക്കുമ്പോഴാ അവൾക്കെങ്കിലും ചൊവ്വാദോഷം ഇല്ലാണ്ടിരുന്ന മതിയായിരുന്നു. എല്ലാം ശരിയാവും ചേട്ടാ, എല്ലാം ശരിയാവും. ഞാൻ വരട്ടെ. എന്റെ ഒടുക്കത്തെ തീരൂ. ഉഗ്രൻ ചേട്ടോ, എന്നെ കണ്ടിട്ട് തിരിഞ്ഞു പോവുകയൊന്നും വേണ്ട. അല്ലെങ്കിൽ ഞാൻ ചേട്ടോ തന്നെ കണ്ടിട്ട് ഒഴിമാറി കിടക്കുന്നത്? തനിക്ക് ഞാനൊന്നും തരാനില്ലല്ലോ. ഉണ്ടല്ലോ 25 രൂപ. ഈ നാടകം കളി അത്ര നിസ്സാരമാക്കരുത്. നിങ്ങളുടെ സഹകരണമാണ് ഞങ്ങളുടെ വിജയം. അല്ല, ഇത്തവണത്തെ എന്തുവാ? വിചിത്രം ചരിത്ര നാടകം. ചരിത്രം അറിയാത്ത നീയൊക്കെ ആണോടാ ചരിത്ര നാടകം കളിക്കാൻ പോകുന്നത്? അവതരിപ്പിച്ച് കഴിയുമ്പോഴേക്കും ഇതൊരു ചരിത്ര സംഭവം ആയിക്കോളും. എന്റെ പൊന്നെ, നിന്റെയൊക്കെ ചരിത്രം. വിശ്വവിഖ്യാതമായ രാജകൊട്ടാരം. കൊട്ടാരത്തിൽ നിന്ന് നോക്കിയാൽ തൊട്ടടുത്ത് പൂങ്കാവനം, അകലെ മലനിരകൾ, പക്ഷികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറന്നു. പക്ഷികൾ സ്റ്റേജിലാ, ആകാശത്ത്. അപ്പോഴേ ഈ നാടകം എവിടെയാണ് കളിക്കണത്? സ്റ്റേജിൽ. അപ്പൊ ഞങ്ങൾ എവിടെയാണ് നിൽക്കേണ്ടത്? ഭൂമിയിൽ. ഒരാൾ മറ്റേ പരിപാടികളോട് കളിക്കരുത്. കാര്യം ഞാൻ പറഞ്ഞേക്കാം. അല്ല സുഹൃത്തെ, ഈ നാടകം ഇതിനു മുമ്പ് വേറെ എവിടെയെങ്കിലും അവതരിപ്പിച്ചിട്ടുണ്ടാ? സത്യം പറ. ഉണ്ടോന്നാ? ഈ നാടകചാരമില്ലാത്തൊരു സഹകരിക്കാൻ വലിയ പാടാ. അപ്പോഴേ ഇതിൽ എന്റെ വേഷം എന്താണെന്ന് പറഞ്ഞു. മത്സ്യകന്യക. മത്സ്യകന്യ? അതുകൊണ്ട് മത്സ്യകന്യക പിടിക്കുന്ന രാക്ഷസൻ. രാക്ഷസനാ? അത് കളക്കും. അസലായി.
പൊടി പൊടിക്കും മക്കളെ. ആ ഇതാണ് കഴിച്ചേ. നിങ്ങളുടെ കാലം കഴിയുമ്പോഴേക്കും ചായ കൊണ്ടുവരാനുള്ള ആയുസ് എനിക്ക് കിട്ടിയാൽ മതിയായിരുന്നു. കാരണം കട്ടിയായിട്ടുള്ള നാടകങ്ങളാണല്ലോ നിങ്ങൾ കളിക്കുന്നത്. കടുകട്ടിയായിട്ടുള്ള നാടകങ്ങൾ കളിക്കുമ്പോ കടുകട്ടിയായിട്ടുള്ള എന്തെങ്കിലും ശരീരത്തിന് പിടിക്കത്തില്ല. പ്രശ്നം എടാ വലിച്ചു വാരി തിന്നുന്നൊന്നും നിന്റെ ദേഹത്ത് കാണുന്നില്ലല്ലോടാ. ഓ ഇവിടെ ഉള്ളത് പോലെയാണ്. എങ്ങനെ കാണാനാ? മരച്ചീരിക്ക് വളവിട്ട പോലെ. എന്താ ഈ പ്രശ്നം? അച്ചടിക്കാനുള്ള നേട്ടൊക്കെ ശരിയാക്കിയോ? ശശി വന്നില്ലേ? കാലത്ത് വന്നു. പക്ഷെ ഞാനാണ് തപ്പിപ്പിടിക്കുന്നതിന് മുമ്പ്. അയ്യോ ഇതാകെ പ്രശ്നമായല്ലോ. ഇതൊന്നും ആ പ്രശ്നം അച്ചടിക്കാൻ ഒത്തില്ല. അവിടെ ആകെ 50 അക്ഷരേ ഉള്ളൂ. നീ ഒന്ന് വായിച്ചേ. കുട്ടിയിലെ കൗടിന്റെ തന്ത്രം അതല്ല അതിന്റെ അടിയിലെത്തത്. ജഡല സംവിധാനവും ഡ്രാമാസ്കോപ്പ് ഓംപ്രകാശ് ബെൽസാഗർ തൃശൂർ. തിരുവനന്തപുരം കൊല്ലം ചങ്ങനാശ്ശേരി മലപ്പുറം ഒന്നുകൂടെ വെച്ചായിരുന്നല്ലോ. സൂപ്പർ ഫാസ്റ്റ് അല്ലേ വണ്ടി? നമസ്കാരം. നമസ്കാരം. പടവലോ? ഏതായി മുഷിഞ്ഞ തുണി? അയ്യോ ഇത് മുഷിഞ്ഞ തുണിയല്ല, നമ്മുടെ നാടകത്തിന്റെ ടൈറ്റാനിക്കാ. തിങ്കളാണല്ലേ മിസ്റ്റർ ശശിവർമ്മ? എന്താ? എന്റെ റിഹേഴ്സൽ ഇനി വന്നിട്ട് നോക്കാം. വെട്ടി വിഴിഞ്ഞപ്പോഴേ എനിക്ക് തോന്നി. പോയി സാധിച്ചേച്ചു വാ. വൃത്തികെട്ട ടൈറ്റാനിക്കായി. പറ്റിയ സ്ഥലം. ഇരട്ട ക്ലൈമാക്സ് ആയി. പരിപ്പൂടെ വേണോ ചേട്ടാ? വേണ്ട. അതെന്താ? അതെനിക്ക് അറിയില്ല മോളെ. ഒന്ന് കഴിച്ചു നോക്കിയേട്ടാ. എന്റെ വ്യാകുല മാതാവേ, ഇതെന്തൊരു പരീക്ഷണം. അതെ ഇന്നലെ ഞങ്ങൾ സിനിമയ്ക്ക് പോയി. ഈശോയെ കഥ പറയാൻ പോവുകയാ. ഗീതയിലെ പടം ഞാൻ 10 പ്രാവശ്യം കണ്ടാണ്. ഗീതയിലെ അല്ല, ശാലിനിയിലെ. അയ്യോ അത് ഞാൻ 16 തവണ കണ്ടതാണ്. ഒരു പടം 16 തവണ കാണുക. ഇയാളെന്താ ഓപ്പറേറ്ററാ? അത് എനിക്കറിയാൻ പാടില്ല മോളെ. ചേട്ടനെന്താ ആ വഴിക്ക്? മോളെ ഈ പറമ്പിൽ കുറച്ച് തൈത്തെങ്ങ് വെക്കാനുള്ള പരിപാടിയുണ്ട്. അതിന് കൂടുതൽ എണ്ണ എടുക്കാൻ വേണ്ടി വന്നതാ. മോളെ ചായക്കടയിലേക്ക് അച്ഛൻ അന്വേഷിക്കും. ലോഡ് ഇറക്കുന്നത് പ്രശ്നമാവുന്നാ തോന്നണത്. യൂണിയൻകാരെങ്കിലും അറിഞ്ഞാൽ അവന്മാരോട് പോവാൻ പറ. നമ്മുടെ പറമ്പിൽ നമുക്ക് ഇറക്കാമെന്നേ. വേണോ? എന്താ പിന്നെ കുഴപ്പമില്ല. നിന്നിപ്പ കാണിച്ച കള്ളകളി കളിക്കരുത് കേട്ടോ. മാപ്പിളെ അറിയാവുന്ന കളി കളിച്ചാൽ മതി. എന്താ ആളുകൾ നമ്മളത് ലോഡ് എടുക്കുന്നതാ. വേണം അയ്യോ യൂണിയൻകാർ ആകെ നാറ്റക്കേസായല്ലോ എന്റെ ദൈവം. എന്ത് തമ്മിലാണ് പരിപാടി കാണിക്കണേ? സൂക്ഷിച്ച് സംസാരിക്കണം. ഒരു റിട്ടയർഡ് തഹസിൽദാരോട് സംസാരിക്കണം. ഓർമ്മ വേണം. ഒട്ടുമാറി തന്നെ കൊടുക്കണം.
സോറി ഞാൻ മാനായതുകൊണ്ട് കാശ് തരും. താൻ ഏത് മാനിനല്ല ഏത് മലയാളി ആയാലും എനിക്ക് പുല്ല് വിലയിടൂ. അടിച്ച് നിന്റെ പിന്നാടി ഞാൻ വെട്ടിയാളെ ഞാൻ നമ്മുടെ പിരിവ് കാശ് കാശ് തരാം. നീ വയ്ക്കോ, ഞാൻ അവിടെ കൊണ്ട് തരാം. ഗോദറേജിന്റെ താഴെ എന്താ അലപലാദികളാണത്. അല്ല, നമ്മുടെ അമ്മണി സുന്ദരി അവിടെ പോയി. നിന്റെ അമ്മണി അമ്മായി ലോകം ചുറ്റാൻ പോയിരിക്കുക. ക്ഷേത്രങ്ങളായ ക്ഷേത്രങ്ങളൊക്കെ കയ്യിലെ കാശ് തീരുമ്പോ ഇഞ്ഞു പോരും. നിനക്കിനി എന്നാ തിരിച്ചു പോണ്ടത്? വല്ല ഉദ്ദേശമുണ്ടോ? അതന്നെ ഞങ്ങൾക്ക് അറിയേണ്ടത്. നല്ലൊരു കുട്ടിയുണ്ട്. അമ്മേ, ഞാനൊന്ന് കാണിച്ചു തന്ന ആശയത്തിന്റെ മോള് സുലു നല്ല മാച്ചായിരിക്കും. ആര്? സുലോചനയാ? അവക്കെന്റെ ഓഫീസറുടെ ചായ ഏതാണ്ട് ഇങ്ങനെ ഇരിക്കും. ഇവന്റെ ഒരു കാര്യം. ഏയ്, അതൊന്നും ശരിയാവില്ല. എന്തായാലും പെട്ടെന്ന് വേണം. നിങ്ങൾ പെണ്ണിനെ കാണാൻ പോയാ അടുത്ത കാലത്ത് നടക്കാൻ പോണില്ല. അമ്മേ, ഈ ചമ്മന്തി അസലായിരിക്കും കേട്ടോ. എനിക്ക് മനസ്സില്ല മോനെ, ഇനി വെച്ചു വിളമ്പി തരാൻ. കല്യാണം കഴിഞ്ഞാലും എന്റെ മോൻ പേടിക്കണ്ട. ആഴ്ചയിലൊരു ചമ്മന്തി ഈ അമ്മ ഉണ്ടാക്കി തരാം. എന്താ പോരെ? പിന്നെ പട്ടാളത്തിലെ അമ്മ ഉണ്ടാക്കുന്ന ചമ്മന്തി അല്ലേ ഏട്ടൻ കഴിക്കണത്? ഇപ്പോഴത്തെ പിള്ളേര് മീശ മുളയ്ക്കുന്നതിന് മുമ്പ് അമ്മയെ കുറ്റം പറയും. അതുപോരാ, ഇതുപോരാ, മല്ലി പോരാ, മിളക് പോരാ. ഓ, ഇന്നാളെ ഇളയടത്തെ വിലാസിനി അമ്പലത്തിൽ തൊഴാൻ വന്നപ്പോ എന്നോടൊരു കാര്യം പറഞ്ഞു. അവിടുത്തെ ഒരു ഓപ്പ ടൗണിൽ താമസാക്കിയിട്ടില്ലേ? ആര്? രാജശേഖര ഓർമ്മ? ആ, അത് തന്നെ. എനിക്കും ബോധിക്കണം. പിന്നെ അമ്മ കൂടെ വരണം. പെൺകുട്ടിയുടെ കുറ്റം കണ്ടുപിടിക്കാൻ അമ്മയ്ക്ക് ഭയങ്കര സാമർഥ്യമാണ്. എനിക്ക് ഒറ്റ നോട്ടത്തിൽ അറിയാം കാലോടയ്ക്കണം ജാതികളാണോന്ന്. ചേച്ചി, ഡാഡിയെ കാണാൻ ആരോ വന്നിരിക്കുന്നു. ആരാ? ഐ ഡോണ്ട് നോ. മോള് ഞങ്ങളെയൊന്നും മറന്നില്ലല്ലോ. അതെങ്ങനെ അമ്മായി മറക്കുന്നത്? 10 വയസ്സ് വരെ ഞാൻ അവിടെയല്ലേ വളർന്നത്. അച്ഛനവിടെ ഇല്ലേ മോളെ? അമ്പലത്തിൽ പോയിരിക്ക. ഇപ്പൊ വരും. ഇരിക്കൂ, ഞാൻ ചായ എടുക്കാം. ആശ്വാസമായി അല്ലേ? ശശിക്ക് നന്നായി ചേരും, സംശയമില്ല. ആശിക്കാൻ വരട്ടെ. രാജശേഖരൻ മറ്റുള്ളവർക്കും വാക്ക് കൊടുത്തിട്ടുണ്ടോ എന്ന് എങ്ങനെ അറിയും? അല്ല, ആരൊക്കെയായി വന്നിരിക്കുന്നേ? എത്ര നാളായി ഒന്ന് കണ്ടിട്ട്? ഇങ്ങോട്ടുള്ള വഴിയൊന്നും മറന്നിട്ടില്ലല്ലേ? നിങ്ങൾക്കും അങ്ങോട്ടൊക്കെ വരാലോ. സമ്മതിച്ചിരിക്കണു. തെറ്റ് എന്റെ തന്നെയാ. വരൂ, അകത്തേക്ക് പോ. ഇരിക്ക. ബിസിനസ് കാര്യങ്ങളുമായി ഒന്നിനും സമയം കിട്ടാറില്ല. ആ, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? വിശേഷങ്ങളൊക്കെ ഉണ്ട്, പറയാം. ലതമോൾ എന്തെടുക്കുന്നു? കോളേജിൽ പഠിക്കുന്നു. ഇപ്പൊ ഹോസ്റ്റലില്ല. 5-8 വർഷമായി എല്ലാരും ഒന്ന് കണ്ടിട്ട്. ഒന്നും മനഃപൂർവ്വം അല്ലല്ലോ. എനിക്കും വരായിരുന്നു. ആ, തന്റെ മോന് ജോലി കിട്ടിയെന്ന് കേട്ടു.
IMA സെലക്ഷൻ കിട്ടി. ഇപ്പോ സ്പെഷ്യൽ കമാൻഡോ ട്രെയിനിങ് കഴിഞ്ഞ് ഓഫീസറായിട്ടാ ഇവിടെ എത്തിയിരിക്കുന്നേ. ഞാൻ വന്നതും അവന്റെ കാര്യത്തിനാ. എന്തേ കല്യാണം വല്ലതും ഒത്തു വന്നിട്ടുണ്ടോ? എന്താ വർമ്മയെ താനീ പറയുന്നത്? കളിയായിട്ടാണെങ്കിലും ഗോപിക നിന്റെ പെണ്ണാണ് എന്ന് താൻ എത്ര പ്രാവശ്യം അവനോട് പറഞ്ഞിരിക്കുന്നു. എന്നിട്ട് ഇപ്പോ ഒരു ചോദ്യം, കല്യാണം വല്ലതും ആയോ? ഞാനിതെങ്ങനെ തന്റെ മുമ്പിൽ അവതരിപ്പിക്കാമെന്ന് വിചാരിച്ചിരിക്കേ. ഏതായാലും യോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാല് തന്നെ. അപ്പോ ഗോപികയോടൊന്നും ചോദിക്കണ്ടേ? എന്നെ കാണാനാ ഇവര് വന്നിരിക്കുന്നത്. എന്റെ മകൻ ശശിയെ ഓർമ്മയുണ്ടോ മോക്കെ? അവനെ ഇഷ്ടമാണോ മോക്കെ? അപ്പോൾ ഇനി ആലോചിക്കാനൊന്നുമില്ല, നല്ലൊരു മുഹൂർത്തം നോക്കിയാൽ മതി. അടുത്ത 15-ാം തീയതി നല്ലൊരു മുഹൂർത്തമുണ്ട്. അപ്പൊ നിങ്ങളെല്ലാം തീരുമാനിച്ചു കഴിഞ്ഞല്ലേ? പറയാൻ മറന്നു, വരുന്ന 2-ാം തീയതി ഗായത്രി ഓഡിറ്റോറിയത്തിൽ ഗോപികയുടെ നൃത്തസന്ധ്യയുണ്ട്. മത്സര വരണം. ഇനി ഞങ്ങൾ താമസിക്കുന്നില്ല, ഇറങ്ങ. ശശി ഇങ്ങോട്ട് അയക്കാം. ആ അത് ശരിയാ, അവര് തമ്മിലൊന്ന് കാണണല്ലോ. അപ്പോ ഞങ്ങൾ ഇറങ്ങുക. ഇത്തടം വന്നിട്ട് ഊണ് കഴിക്കാതെ പോവാ. അതൊക്കെ പിന്നീടിക്കലാലോ. ശരി, വരട്ടെ. നീ ഇവിടെ നിൽക്ക്, ഞാൻ പോയി നോക്കിട്ട് വരാം. അടുത്തതായി വിജയികളായവർക്ക് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ സമ്മാനദാനം നിർവഹിക്കുന്നതാണ്. ശശിടാ, പരിപാടിയെല്ലാം കഴിഞ്ഞു തോന്നണേ. ഏയ്, അവള് പോയിട്ടുണ്ടാവില്ല, നമുക്ക് നോക്കാം. നീ ആരോടെങ്കിലും ചെന്ന് ചോദിക്കേ, ഇവിടെ നിന്ന് കാല് കഴിക്കലും വേണം. പിന്നൊരു കാര്യം, അവളെ കണ്ടു കഴിയുമ്പോ ആദ്യം ഞാൻ പറയും ആനന്ദപുരത്ത് മാളിക വീട്ടിൽ ശശിവർമ്മയാണെന്ന്. പിന്നെ അവളോട് ഞാൻ ചോദിക്കും ഗോപികയാണോ എന്ന്. അല്ല, ഗോപാലനാണ് അവളും പറയും. നീയേ എന്നെ പ്രേമിക്കാണ്ട് അവളെ ചെന്ന് പ്രേമിക്കാൻ നോക്ക്. ചെല്ല്. നീ വാ. ഞാൻ വന്നോ? നീ വരാതെ എങ്ങനെ? ഇതിലിപ്പോ ഏതാടാ കല്യാണം കഴിഞ്ഞു സ്കൂളിൽ പഠിക്കുന്ന മുഴുവനും? അതാണോ? അതല്ല. ഉണ്ണിമോളെ, ആ ഗോപികാന്റിനെ ഒന്ന് വിളിച്ചേൻ. പുറത്ത് 2 ചേട്ടന്മാര് കാത്തിട്ടുണ്ടെന്ന് പറ. എന്ന് പറ. തങ്കപ്പേട്ട് പറഞ്ഞിട്ട് വന്നേണോ? അതെ, ഡാൻസ് തീർന്നു. ഞാൻ ഒന്ന് റെഡി ആയിക്കോട്ടെ. കാറ് കൊണ്ടുവന്നിട്ടുണ്ടോ? നിങ്ങൾ അങ്ങോട്ട് വയ്ക്കാം, ഞാൻ അങ്ങോട്ട് വന്നേക്കാം. എടാ, ഇവളെന്തു ഗോപിയടാ, ഒരുമാതിരി വെടിമരുന്ന് അരച്ച അമ്മിക്കുഴ പോലെയുണ്ട്. എന്തായാലും ഇതിന്റെ അച്ഛന്റെയും അമ്മയുടെയും കാര്യം കഷ്ടം തന്നെ. എടാ, അത് മറ്റടാ. ഒന്നാം സമ്മാനം കുമാരി ഗോപിക വർമ്മ. ഗോപിക, ഞാൻ ആനന്ദപുരത്ത് വരെ മാളിക വീട്ടിൽ ശശിവർമ്മ.
എനിക്ക് മോളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. മോള് മുത്തശ്ശേരിയിട്ടിരിക്കെ. പെണ്ണുങ്ങൾ വേണം ആണുങ്ങളെ നിയന്ത്രിക്കാൻ. ആണുങ്ങൾ ശരിക്കും പറഞ്ഞ താനി മണ്ടന്മാരാ. മണ്ടന്മാരല്ലാത്തവരെ അങ്ങനെ ആക്കാനായിട്ട് ചില സൂത്രപ്പണികളൊക്കെ ഉണ്ട്. മോൾ എപ്പോഴും ഭർത്താവിന്റെ മുമ്പിൽ ഒരു ലക്ഷ്മണരേഖ വരച്ചു വെക്കണം. എന്നിട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാ അടുക്കളയിൽ നിന്ന് നിയന്ത്രിക്കണം. മിടുക്കികൾ അങ്ങനെയാണ്. അവധി ഇന്ന് അടുക്കളയിൽ തന്നെ അങ്ങ് കൂടാനാണോ ഭാവം? എന്താ? അല്ല, അങ്ങോട്ടും കൂടി ഒരു ഗ്ലാസ് പാലെടുക്കുക. ഇന്നെന്താ പതിവില്ലാത്തൊരു പൂതി? ഇന്ന് നമുക്കും മധുവിധു ആക്കാം. അയ്യടാ, തല നരച്ചപ്പോഴാ ശൃംഗരിക്കാതെ പോയി കിടന്നുറങ്ങുന്നുണ്ടോ? വിടു, നീ എന്നീ കാണിക്കുന്ന ആരെങ്കിലും കാണും. കാണട്ടെ. എന്താടാ അടുക്കളയിൽ പൂച്ച കയറിയാ? അമ്മ എന്താ ഉറങ്ങിയില്ലേ? അല്ലെങ്കിൽ 6 മണിക്ക് കിടന്ന് ഉറങ്ങുന്നതാണല്ലോ. എന്റെ ഇന്നത്തെ ഉറക്കം കഴിഞ്ഞു. നീ ചെന്ന് ചെമ്പടുപ്പിൽ കുറച്ച് വെള്ളം ചൂടാക്ക്. എനിക്കൊന്ന് മേലെ എണ്ണണം. ഞാൻ തന്നെ വേണോ? എന്താ നീ വല്ലതും പറഞ്ഞോ? ചൂടാക്കി കഴിഞ്ഞു. വാടാ വാടാ.
അപ്പൊ പോയി. എടാ നീ പോയില്ലേ? പോയി ചൂട്ടെടുക്കാൻ വന്നതാ. ചൂട്ടടുക്കളയെ ഒരപ്പരയിലല്ലേ? വാട, ഞാൻ കാണിച്ചത് നിനക്ക്. ആഹാ. ഓ, ഇങ്ങനെ ഒരു ചടങ്ങുണ്ടല്ലേ? ഇന്നു മുതൽ എനിക്കുള്ളതെല്ലാം നിനക്കും, നിനക്കുള്ളതെല്ലാം എനിക്കുമാണ്. ഈ ജീവിതം മുഴുവൻ എനിക്കിങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം. ജനിച്ചു വീണപ്പോഴേ എനിക്കായി നീക്കി വെച്ചതല്ലേ എന്റെ ഈ പൊന്നിനെ. ഓർമ്മയുണ്ടോ കൊത്താങ്കല്ല് കളിച്ചപ്പോ കള്ളക്കളി എടുത്തതിന് കല്ലുവാരി എന്നെ എറിഞ്ഞത്? അന്ന് കല്ലുകൊണ്ട് മുറിഞ്ഞതും ചോര ഒഴുകിയതും മോള് കരഞ്ഞതും. മഹാശാസ്ത്രേ നമഃ. ഓം മഹാദേവായ നമഃ. ഓം മഹാദേവസുതായ നമഃ. ഓം അവ്യയായ നമഃ. ഓം ലോകകർത്രേ നമഃ. ഓം ലോകഭർത്രേ നമഃ. എനിക്ക് ഒരുപാട് മുടി ഉണ്ടായിരുന്നതാ. ഹോസ്റ്റലിലെ ഫ്ലോറിംഗ് മാത്രാ ഇങ്ങനെ ആക്കിയത്. ഇനി ഇപ്പോഴാ ഹോസ്റ്റലിലേക്ക് പോകുന്നത്? ഏട്ടന്റെ കല്യാണമൊക്കെ കഴിഞ്ഞതല്ലേ ഉള്ളൂ. സമയേറെ അമ്മ അന്വേഷിക്കുന്നുണ്ടാവും. മനസ്സിലായി. ചച്ചിട്ട് എഴുന്നിട്ട് ഏടത്തെ അന്വേഷിക്കുന്നുണ്ടാവും. അവളെന്ത് ലത? ലത അപ്പുറത്തുണ്ട്, വിളിക്കണം. വേണ്ട, മോളി ചായ കൊണ്ടുപോയി ശശിക്ക് കൊടുക്ക. എന്താ ഇത്? എഴുന്നേറ്റ നേരത്തെ നിന്നെ കാണാതായപ്പോ ഞാൻ വിചാരിച്ചു എല്ലാം സ്വപ്നമായിരിക്കുന്നു. സ്വപ്നം കാണല് ഇത്തിരി കൂടുതലാ അല്ലേ? അതെ, സ്വപ്നം കാണല് മാത്രമല്ല, കുറുമ്പും ഇത്തിരി കൂടുതലാ. ഈ ജന്മത്ത് ഞാനിനി ഈ വീട്ടിൽ കാലുകൊത്തൂലെന്ന് വിചാരിച്ചതാ. ഒരുപാട് അമ്പലങ്ങളിൽ പോയി തൊഴുതു, ചോറ്റാനിക്കര പോയി ഭജന വരുന്നു. ഒടുവിൽ ദേവിയുടെ അരുളപ്പാടുണ്ടായി. കുടുംബത്ത് പോയി പാലമരച്ചോട്ടി വിളക്ക് വെച്ചാ നിന്റെ ഗന്ധർവദോഷം മാറുന്നു. അതാ ഞാൻ ഇങ്ങോട്ട് പോന്നത്. എല്ലാരെയും ഒന്ന് കാണുകയും ചെയ്യാലോ. നിന്നോട് അതിന് ആരെങ്കിലും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാൻ പറഞ്ഞിട്ട് പോയാലല്ലോ. നിനക്ക് തോന്നി, നീ പോയി. കയ്യിലെ കാശ് തീരുമ്പോ നീങ്ങി വരുമെന്നും എനിക്ക് അറിയാമായിരുന്നു. ആരണ്ടാ? ഈശ്വര, എന്റെ അമ്മ മരിച്ചു പോയിന്ന് ഞാൻ ഗുരുവായൂർ നടയിൽ വെച്ച് സ്വപ്നം കണ്ടല്ലോ. നല്ലെണ്ണ നിന്റെ തലയിൽ തേച്ച് കുളിക്കാത്തതിന്റെ കുറവ് ധാരാളം ഉണ്ടടി. ആ ശശി, നിന്റെ അമ്മണി അമ്മായി. അല്ല, ഇതാര അമ്മായിയോ? അമ്മായി ഇപ്പൊ കണ്ട സാക്ഷാൽ ഭൂലൻ ദേവിയെ പോലെ ഉണ്ട്. ഓനെങ്കിലും ഒരു സത്യം പറഞ്ഞല്ലോ. ആവൂ, ഇനി എനിക്ക് മരിച്ചാലും വിരോധമില്ല. എനിക്ക് ദേവിയുടെ രൂപമാണെന്നല്ലേ പറഞ്ഞത്? തൃപ്തിയായി. ദേവി മഹാമായേ. എന്നാ വലതുകാലിൽ വെച്ച് കയറിക്കോ. അങ്ങനെ പറഞ്ഞ അവിടെ ഇടതുകാലം വെച്ചേ കയറുള്ളൂ. ഞാൻ കാപ്പി എടുക്കാം. ഏതാടാ ഈ കുട്ടി? ഇതാണമ്മായി എന്റെ പെണ്ണ് ഗോപിക. ഇതാ? അയ്യേ, ഒട്ടും സൗന്ദര്യമില്ല, നിനക്ക് ശരിയേയില്ല. കുടുംബകലഹം നിന്റെ കൂടപ്പുറപ്പാണ് അല്ലടി അമ്മണി. ആ പിന്നെ, ഇതാണ് എന്റെ സുന്ദരി അമ്മായി. ലോക സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുത്തിരുന്നെങ്കിൽ ഈ 50ാമത്തെ വയസ്സിലും അമ്മായി ഒരു ചെത്തി എത്തിയേനെ. അല്ല അമ്മായി? ഇനി മുതൽ ഇവിടെ ഒരു സമാധാനം ഉണ്ടാവില്ല. അമ്മായി തൊട്ടതിനും പിടിച്ചതിനൊക്കെ അമ്മയായിട്ട് വഴക്കിടും. അമ്മായി എവിടെയായിരുന്നു? ശശിയുടെ അച്ഛനുമായിട്ട് വഴക്കിട്ട് പോയതാ.
ഇടയ്ക്ക് അങ്ങനെ ആരെയും കൂട്ടാക്കില്ല. കല്യാണം നിശ്ചയിച്ച് ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായിരുന്നു. ഒരപകടത്തിൽപ്പെട്ട് വരം മരിച്ചു എന്നാ ഇവിടെ ആള് വന്ന് പറഞ്ഞത്. അതിൽ പിന്നെ അമ്മായി ആകെ മാറി. കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കണം അമ്മേ. നീ പോയി 2 കറിവേപ്പിലിങ്ങ് പൊട്ടിച്ചേ. അയ്യോ, എനിക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. മടിച്ചി, ഞാൻ തന്നെ പൊട്ടിച്ചോളാം. അമ്മേ, ഞങ്ങളൊന്ന് പുറത്തു പോയിട്ട് വരാം. നീ ഇവിടെ ഈ നാടൊക്കെ ഇന്നുകൊണ്ട് കാണിക്കേ. ചെല്ലു മോളെ. മോളകത്ത് വരുന്ന പഠിക്കട്ടാ. നിക്കടയോടെ എന്തെത്ര നാണം. ഇതുവരെ നാണമൊന്നും മാറി. എന്ത് പറഞ്ഞാലും ചിരി തന്നെ ചിരി. അതെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിച്ചോളൂ. ചോദിക്കാൻ പോകുന്നത് ഈ ആനന്ദപുരം ദേശമൊന്നും അല്ലല്ലോ. ഇനിയിപ്പോ ഈ രാജ്യം തന്നെയാണെങ്കിലും സാരമില്ല. ധൈര്യമായിട്ട് ചോദിച്ചോളൂ, കേക്കട്ടെ. ഇന്ന് നമുക്കൊരു സിനിമയ്ക്ക് പോവാം. ഇതാണോ ഇത്ര വലിയ കാര്യം? ഇന്നാളും എന്നെ പറ്റിച്ചല്ലേ? അത് ഇന്നാള്. ഇന്ന് നമുക്ക് എത്ര സിനിമയ്ക്ക് വേണി പോവാം. സത്യം? സത്യം. ഇനി പ്രജകൾ വരുമ്പോ രാജാവ് പൊയ്ക്കളയല്ലേ? ഉത്തരവ്. നിക്കടിയോടെ നിക്കാൻ പറഞ്ഞ അവിടെ നിക്കടി. നിന്റെ കുസൃതി. ഇവളാണ് ആനന്ദപുരത്തെ വട്ട് കേസ് എന്ന് പറയുന്നത്. എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട കേട്ടോ. ഓടി വന്നു. ചേച്ചി എങ്ങനെ ഇതിനെ സഹിക്കുന്നു? കഷ്ടം. ഓട്ടെ ചേച്ചി. കുഞ്ഞുണ്ണിക്കുറുപ്പിന്റെ മകളാ ശാലിനി. പാവ. ഇനി ഇതുപോലെ എത്ര എണ്ണത്തിനെ പരിചയപ്പെടാനിരിക്കുന്നു. എനിക്കാരും പരിചയപ്പെടണ്ട. അതെ, നീ പരിചയപ്പെടണമെന്നില്ല. അവരെല്ലാം വന്ന് നിന്നെ പരിചയപ്പെട്ടോളും. ഇവിടെ നോക്കിയിരിക്കാതെ ഒരു വട വാങ്ങി കഴിക്കേ. ഇങ്ങനെ കരളിൽ കുത്തുന്ന വാക്കുകൾ പറഞ്ഞു ഈ കൊച്ചാപ്പിയെ വേദനിപ്പിക്കല്ലേ? ഹലോ, ഇവിടെ പൈസ കൊടുത്തേട്ടാ. എന്താണ് ധാരാളം? തോര കുടിച്ച് മതിയുടെ. അത് കുറച്ചാളും കൂടി ജീവിച്ചോട്ടെ. ഞാൻ ഇഷ്ടമുള്ളടത്ത് വരും, ഇഷ്ടമുള്ള ചെയ്യും. നീ ആരാ ചോദിക്കാൻ? കൊച്ചാപ്പിടി കളിക്കരുത്. ആനന്ദപുരത്തെ കുഞ്ഞിനെക്കുറിപ്പിൽ ചായക്കടയാണിത്. ഈ ചായക്കട ഞാൻ സ്നേഹിക്കുന്നു. ഈ ഉഴുന്നോടെ ഞാൻ സ്നേഹിക്കുന്നു. അതുണ്ടാക്കുന്ന ആളെയും ഞാൻ സ്നേഹിക്കും. എടാ കൊച്ചാപ്പി, വട ഞാനുണ്ടാക്കിയതാളാ. ഓനപ്പിയേ എല്ലാം കണ്ടു കഴിഞ്ഞോ? കണ്ടു. വടക്ക് ഇഷ്ടായില്ലേ? ഇഷ്ടായി. എന്നാ പോ. ഇനി ഞാൻ ആറ്റി തരാം. എന്ത് വൃത്തികേടായി കാണിക്കണത്? വൃത്തി ഉണ്ടെങ്കിലല്ലേ വൃത്തികേടുണ്ടാവുള്ളൂ. ഇതൊക്കെ മര്യാദയ്ക്ക് ഇട്ടിരിക്കും. അവൻ വന്ന് നിന്ന് കണ്ട. പിന്നെ ചേട്ടന് കുടിക്കാൻ എന്തോള്ളേ? വെള്ളമുണ്ട്, എടുക്കട്ടെ? നിങ്ങളുടെ അവിടെയൊക്കെ വെള്ളമുണ്ട കുടിക്കാറ്? പിന്നെ ഒരു സംശയം കൂടി. ഇവിടെ ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പം മുഴുവൻ നിന്റെ അച്ഛനെ കഴിക്കണേ? അതെന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, നിന്റെ അച്ഛന്റെ വയറ് ഉണ്ണിയപ്പം പോലെ ഇരിക്കുന്നോണ്ട് ചോദിച്ചതാ. ചോദിക്കാനും പറയാനും ആളില്ലെന്ന് വെച്ച് എന്തും ചെയ്യാനുണ്ടോ? ആഹാ, ഞാൻ ഈ ചെയ്യുന്നത് അത്ര വലിയ കുറ്റാണെങ്കിലേ എന്ത് ശിക്ഷ വേണമെങ്കിലും ഞാൻ അനുഭവിച്ചോളട്ടാ. മോനി ചെയ്തതാ ശരി. അങ്ങനെ പറഞ്ഞു കൊടുക്കാം അമ്മാവാ. ആരായ എന്താ മോളെ? ദോശക്കല്ലേ? അറിയട്ടെ, നല്ല അസലായിട്ട് അറിയട്ടെ. നല്ല കടുപ്പത്തിലൊരു ചായ. ഞാനേ എന്തെങ്കിലും കഴിക്കാൻ എടുത്തിട്ട് വരെ. എന്ത് പണിയായി കാണിച്ചേ? സാരില്ലേ, ചൂടാവണ്ട. എന്താ പണി പറഞ്ഞേ? അല്ല, ചായ ചൂടാറണ്ടെന്ന് പറയായിരുന്നേ. ആ മുഖത്ത് മാവങ്ങോട്ട് തുടച്ചാൽ നിൽക്കുക, അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഇഡ്ഡലിയാവും. എല്ലാം ഒന്ന് കലങ്ങി തെളിയാനുണ്ട്. കലക്ക വെള്ളത്തിൽ മീൻ പിടിച്ചില്ല നിങ്ങൾക്ക് കൂടുതൽ പരിചയം. അതെ, കരിമ്പറ്റക്കാരങ്ങനെ നേടിയതാ ഈ കാണുന്നതെല്ലാം. അതൊക്കെ വെറുതെ കളഞ്ഞു കുളിക്കാൻ ഞങ്ങളെ കിട്ടില്ല കുറുപ്പേ. അല്ല, എല്ലാം കളഞ്ഞിട്ട് ഞങ്ങള് പോണോ? പോയാലും കൊള്ളാം, പോയില്ലെങ്കിലും കൊള്ളാം. പുൽച്ചാടിയെ പേടിച്ച് പുലി ഓടിപ്പോയ പാരമ്പര്യം ഇല്ല. പുലിക്ക് മാനിനെയും മുയലിനെയും ഒക്കെ വിഴുങ്ങാം, പക്ഷെ ചിലപ്പോ പുൽച്ചാടിയെ വിഴുങ്ങാൻ കിട്ടില്ല. എങ്കിൽ നമുക്ക് കാണാം. വരണം വരണം. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. അവരെവിടെ? ശശി ഗോപിയും അകത്ത് തന്നെ ഉണ്ട്. വന്നാട്ടെ. ശശി, മോനെ ശശി, ഇതാരാ വന്നിരിക്കുന്നു നോക്കിയേ. അവരവിടെ എന്തെടുക്കുക? ഞാനൊന്ന് നോക്കട്ടെ. അല്ല, മുത്തശ്ശി ഇപ്പോഴും കോണിയൊക്കെ ഒറ്റയ്ക്ക് കയറുവോ? ഞാനോ? ഇതുപോലത്തെ 60 കോണി ഒന്നിച്ച് കയറുവോ? അതിശയം. ഞാൻ ഉദ്ദേശിച്ച കോണി പഴനിമലയുടെ മുകളിലേക്കുള്ള കോണിയാ. ഓഹോ. ഞാൻ അവിടെ ചെന്നില്ലെങ്കിൽ ആണ്ടവന് ഒരു മനസമാധാനം ഉണ്ടാവില്ല. അമ്മ ഒന്നും മിണ്ടാതിരിക്കാവോ? അമ്മേ,
അമ്മേ സുഖാണമ്മേ? ഞങ്ങൾ അങ്ങോട്ട് വരാനിരിക്കായിരുന്നു. അല്ലേ? ഇവിടെയാണെങ്കിൽ നിന്ന് എറിയാൻ സമയമില്ല. ഇവന്റെ മുത്തച്ഛൻ ഇങ്ങനെയായിരുന്നു. അത്തനി സ്വഭാവ. നാട്ടുകാർക്കൊക്കെ അത്രയ്ക്ക് കാര്യ. ശശി, ഞാനിപ്പോ വരാം. അതെ, ഞാൻ കലാസമിതി ചെന്നപ്പോ നെഞ്ചുവേദന എന്ന് പറഞ്ഞ് ഏറെ വടക്കം തറയില്ല. ശശി എത്രയും പെട്ടെന്ന് വരും. ഒരു മിനിറ്റ്. അവന് ഒരു നേരം വീട്ടിലിരിക്കാൻ പറ്റില്ല. എല്ലാവർക്കും അവനെ വേണം. ഞാനിന്ന് പുറത്തു പോയിട്ട് ഉടനെ വരാം. നിൽക്കേ, അടുത്ത തിങ്കളാഴ്ച നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്ന് വരണം. ഇവരുടെ മുത്തച്ഛന്റെ ശ്രാദ്ധ. ആ ശരി, ഞാൻ പോയിട്ട് വരാൻ വരാം. എന്തു പറ്റിയടാ? നിങ്ങൾ എന്തായി ആലോചിക്കുന്നത്? ഇവനെ പിടിക്ക്, നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം. അതിന്റെ ഒന്നും ആവശ്യമില്ലടാ മോനെ. നീ എന്താ പറയണ സേവി? നെഞ്ചുവേനാന്ന് പറഞ്ഞിട്ട് എന്നിട്ട് വെച്ചോണ്ടിരിക്കുക. ഞങ്ങൾ കിടത്തിക്കൊണ്ടിരിക്കുക. എടാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ നോക്ക്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലും ഈ രോഗം മാറൂല. പിന്നെ ഹോസ്പിറ്റലൊന്നും പോകേണ്ട മോനെ ശശി. നീ നിന്റെ കല്യാണത്തിന് ചെലവ് ചെയ്താ മതി. വീട്ടിലവളുടെ അച്ഛനും അമ്മയും വന്ന സമയത്താണ് നിങ്ങളുടെ അഭ്യാസവും കളിയും. മോനെ ശശി, നിനക്ക് ഞങ്ങള് കൂട്ടുകാരന്മാരുണ്ടായതിനു ശേഷമല്ലടാ നിനക്ക് നിന്റെ പെണ്ണുണ്ടായുള്ളൂ. നീ ചെലവ് ചെയ്തിട്ട് വീട്ടിൽ പോയാ മതിട്ടാ. നിനക്ക് ചെലവല്ല ഞാൻ ചെയ്യാൻ മലപ്പുറത്തെയും മറ്റേണ്ട് അത്തപൂത്തതും കാപ്പഴുത്തതും നെയ്യപ്പൻ ചുട്ടതും നീ ചറിഞ്ഞോടി. അടുത്ത വീട്ടിലെ കറുത്ത പെണ്ണേ മീനാക്ഷി. എന്താ ഗോപി ഇവിടെ ഇരിക്കുന്നത്? ഞാൻ എവിടെയൊക്കെ നോക്കിയെന്നറിയോ? എന്താ പറ്റി? ഇതിനും മാത്രം ഇവിടെ എന്താ ഉണ്ടായേ? നിന്റെ അച്ഛനും അമ്മയും വന്നപ്പോ ഞാൻ മനഃപൂർവ്വം അല്ലോ ഇറങ്ങിപ്പോയത്. ഏറുവർക്കത്തിന് ആരുമില്ല. അവൻ അസുഖമാണെന്ന് അറിഞ്ഞിട്ട് ചെല്ലാതിരുന്ന അവൻ എന്തു വിചാരിക്കും? അതുകൊണ്ടാ പോയത്. ശശിയേട്ടൻ ഞാനാണോ വലുത് അതോ കൂട്ടുകാരാണോ? നീ എന്തൊക്കെയാ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്നെ കുറിച്ച് ഒരു വിചാരവും ഇല്ല ശശിയേട്ടന്. അച്ഛനും അമ്മയും എന്ത് വിചാരിച്ചിട്ടുണ്ടാവും? ഇപ്പൊ നോക്കിയാലും നാട്ടുകാരും കൂട്ടുകാരും. നിനക്ക് കൊച്ചു കുട്ടികളുടെ മനസ്സാ, അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ തോന്നുന്നത്. ശശിയേട്ടൻ അറിയോ, എനിക്കൊരിക്കലും ശശിയേട്ടൻ നഷ്ടപ്പെടരുത്. എന്റേത് മാത്രമായിരിക്കണം. തിങ്കളാഴ്ച വീട്ടിലേക്ക് പോണം. അതൊക്കെ പോകാന്നേ. എന്നോടുള്ള പിണക്കം മാറിയില്ലേ? എന്നാ ഇതാ പിണക്കം മാറ്റം കൊണ്ടുവന്നാ ഇനി എനിക്കൊരെണ്ണം ദാ ഇവിടെ. കിലുങ്ങിയും കണിച്ചത്തിൽ കുണുങ്ങിയും വാവാ, മണിച്ചിത്ര കോഴസിന്റെ മണിമത്തിൽ മിനുങ്ങിയും വാവാ. സുഗത സ്വപ്നങ്ങളിൽ പ്രണയഹംസങ്ങളാ ചിറകു നീട്ടുന്നു ഹൃദയ സങ്കല്പമേ. നിൻ സുരഭിയുടെ സുഗന്ധന നഗരം നുകരുന്നില്ലേ. കിലുങ്ങിയും കണിച്ചത്തിൽ കുണുങ്ങിയും വാവാ, മണിച്ചിത്ര കോലത്തിന്റെ മണിമത്തിൽ മിനുങ്ങിയും വാവാ. കളിയാടും പുഴ പോലെ എൻ ഉൾത്താരിലുലയുന്ന നവരാഗമേ. നിന്മാറിലൊരു നാദ
രേഖയായി ശ്രീരാഗശ്രുതി തേടി തുഴയുന്നു ഞാൻ. വെൺചിരാതിന്റെ വർണ്ണനാളങ്ങൾ നെഞ്ചിൽ പൂക്കുമ്പോൾ പൊൻകിനാവിന്റെ ഇന്ദ്രജാലങ്ങൾ തേടും സന്ധ്യയിൽ പാടുകില്ലേ ശ്രീലരാഗം. കിലുകിലെ കിലുങ്ങിയും കണിച്ചത്ത് കുണുങ്ങിയും വാവാ, മണിച്ചിത്ര കൊലുസിന്റെ മണിമുട്ടിൽ മിനുങ്ങിയും വാവാ. സുഗത സ്വപ്നങ്ങളിൽ പ്രണയഹംസങ്ങളായി ചിറകു നിർത്തുന്നു ഹൃദയ സങ്കൽപ്പമേ. സുരവിലെ സുഗന്ധമേ നഗരം നുകരുമല്ലേ. ജലധാരയിൽ മധുമാസരാവിന്റെ മലർവീണയിൽ ആരാരുമറിയാതെ അലയാടുവാൻ അനുരാഗശലഭം ഞാൻ അണയുന്നു. ഹാരഹാരങ്ങൾ തങ്കദീപങ്ങൾ താനേ കത്തുമ്പോൾ രാഗഭാവങ്ങൾ രാസമോഹങ്ങൾ ഗാനം മൂളവേ ആടുകില്ലേ ദേവഗീതം. കിലുകിലെ കിലുങ്ങിയും കണിച്ചത്ത് കുണുങ്ങിയും വാവാ, മണിച്ചിത്ര കൊലുസിന്റെ മണിമുത്തിൽ മിനുങ്ങിയും വാവാ. സുഗത സ്വപ്നങ്ങളിൽ പ്രണയഹംസങ്ങളായി ചിറകു നീട്ടുന്നു ഹൃദയ സങ്കൽപ്പമേ. സുരവില സുഗന്ധന നഗരം മുതലുമല്ല കിലുകിലെ കിലുകിയും കണിച്ചത്ത് കുണുങ്ങിയും വാവാ, മണിച്ചിത്ര കൊലുസിന്റെ മണിമുട്ടിൽ മിനുങ്ങിയും വാവാ. കണ്ട അടിയന്തരൊക്കെ കൂടാൻ പറ്റാ എനിക്ക് കണ്ടപ്പോഴേ ശരി. എടാ മക്കളെ എങ്ങടാ സ്കൂളിലേക്കാ? എന്തിനാ പോണേ? പഠിക്കാൻ. ആ എന്നാ ചെല്ല് ചെല്ല്. എന്ത് നോക്കത്തായിരിക്കില്ല കൂടെ. പാമ്പത്തിന്റെ അപ്പനാ പേര് കുടിക്കും. അത് വേറെ കേസ്. വേണാ വേണാ. ആ പള്ളി പോയി പറഞ്ഞാ മതി. ഇതേ 3x റം കേ കൊതിയേൽക്കും. സൂപ്പർ സാധന. നിങ്ങൾക്കില്ല അവിടെ കനാലിന്റെ അവിടെ പോയി ഓടിച്ചോ. മനസ്സിലായ പള്ളക്ക് രണ്ട് വയറ് കൊളുത്തി വരും. ഹായ് 3x റം. മുഖത്തിട്ട പൗഡറിന്റെ കാശ് പോയി. എടാ ഒരു തുള്ളി തരാ. മധുരം കുറവാടാ. മധുരം കുറവാണെങ്കിലും കുഴപ്പമില്ല. നീളമുള്ളതേ. അയ്യേ കട്ടൻ കാപ്പി. അതെ കട്ടൻ കാപ്പി തന്നെ. എടാ ഇപ്പോഴത്തെ കാലത്ത് അടിച്ച് ഫിറ്റായി മേക്കപ്പ് ഇട്ട് നടന്നാലേ പെണ്ണുങ്ങൾ ലൈനാവുള്ളൂ. ലൈനാ? അതെ, അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അഥവാ ഫിറ്റ് ആവണമെങ്കിൽ തന്നെ അതിന്റെ കയ്യിൽ കാശുള്ളവനെ കൊണ്ടിട്ട് പറ്റുള്ളതാനും. ഞാൻ അതിനിട്ടൊരു നമ്പറല്ലടാ. എന്ത് നമ്പറാണെങ്കിലും കൊള്ളാം. ചാപ്പിയെങ്കിൽ ചാപ്പി. അമ്മേ ഞാനൊന്ന് കുളത്തിൽ പോയി കുളിച്ചിട്ട് വരാം. ആ തോർത്തും സോപ്പൊക്കെ എടുത്തു. നിനക്ക് ഇവിടെ കുളിക്കരുതോ? കുളത്തിൽ പോയി കുളിച്ചില്ലാത്ത അസുഖങ്ങൾ വരുത്തി വയ്ക്കണോ?
എന്താ? നീ കൂടി വാ. അയ്യോ, ഞാനില്ല, എനിക്ക് പേടിയാ. അമ്മ. വേഗം വാ, നമുക്ക് ഒന്നിച്ച് കുടിക്കാം. അയ്യോ, അയ്യോ, അമ്മ. ആ, പോണില്ലേ? പോകുന്നു. മോളോട് ചെല്ലേ, കൊളോക്കെ ഒന്ന് കാണാലോ. ഞാനിത് തീർത്തിട്ട് പോകുന്നേ. നീ നേരെ സോപ്പിട്ടാ കുളിച്ചേ? മുഖത്തിനൊരു തെളിച്ചമില്ലല്ലോ. നിനക്കിത് എന്തു പറ്റി? കുറച്ചു ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കണു. വല്ല പ്രേമവും തുടങ്ങിയോടി വേണേ. ആരോടും പറയില്ലെങ്കിൽ ഞാൻ പറയാം. അമ്പടി കള്ളി. അപ്പൊ ആരോ നിന്റെ മനസ്സിലുടക്കിയിട്ടുണ്ടല്ലേ? ആരാവൻ? അത്ര സുന്ദരനൊന്നും അല്ലെങ്കിലും സ്വഭാവം നല്ലതാണെന്നാ വിചാരിച്ചേ. എന്നിട്ട് എന്തു പറ്റി? അത് ഈ കുടിച്ചു കൂത്താടി നടക്കുന്നവരെ ഞാൻ എങ്ങനെയാ വിശ്വസിക്കാം? എനിക്ക് കുഴപ്പമില്ല, ഞാൻ മറന്നോളാം. എന്നാലും ആശിച്ചത് എന്റെ കുറ്റമല്ലല്ലോ. ആശയെല്ലാം കിട്ടിയതുമല്ല, എന്തിനും ഒരു പരിഹാരം. നീ സമാധാനിക്കും. അതിരിക്കട്ടെ, ആ കള്ളുകൂടിയൻ ആരാണെന്ന് പറ. 24 മണിക്കൂറിനകം അവന്റെ മദ്യപാനമെല്ലാം നിർത്തി നിന്റെ മുന്നിൽ കൊണ്ടുവന്നിട്ട് തരാം. ആരാ പാർട്ടി? അതെ, അതങ്ങനെ ഇപ്പൊ ആരും അറിയണ്ട കേട്ടോ. വേണ്ട വേണ്ട, ഞാൻ കണ്ടുപിടിച്ചോളാം ആരാ വിരുതെന്ന്. അഞ്ഞന കണ്ണെഴുതി ആലിലത്താലി ചാർത്തി അറപ്പുരവാതിലിൽ ഞാൻ കാത്തിരുന്നു. മണവാളനെത്തും നേരം. അവിടെ നിൽക്കൂ. എന്റെ പൊന്നു മോനല്ലേ, അമ്മായി ഒരു കാര്യം പറഞ്ഞ ചെയ്തു തരുമോ? എന്താ വേണ്ടത്? അമ്മായി എന്ത് പറഞ്ഞാലും നീ ചെയ്യുന്ന എനിക്കറിയാം. നിന്ന് കിണുങ്ങാതെ കാര്യം എന്താണെന്ന് വെച്ചാ പറ. എനിക്ക് പോയിട്ട് ഒരുപാട് പണിയുണ്ട്. നമ്മുടെ കിഴക്കേപ്പുറത്തെ ചെമ്പരത്തിന്ന് ഒരു 10 രൂപ പൂ പൊട്ടിച്ചേരുവോ? ഇന്ന് ഗന്ധർവ പൂജയാ. അതെ അമ്മായി, എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് പുറത്തു പോണം. ആ, നീ എനിക്ക് ചെമ്പരത്തി പൂ പൊട്ടിച്ചേരുവോ ഇല്ലയോ? പറ്റില്ല, ഞാനും ഗോപിയും കൂടി ഇപ്പൊ സിനിമയ്ക്ക് പോവാ. സിനിമയ്ക്കാ? ആ, സിനിമയ്ക്ക്. നീ ആ പെണ്ണും തനിച്ച് സിനിമയ്ക്ക് പോവാ? എന്താ ഇത് ആ സ്വത്ത്? നീ ഏത് പടത്തിനാ പോണത്? ഞാനുണ്ട്. ഉമ്മിണിത്തങ്ങ കണ്ടതാ. നിനക്ക് വിരോധമൊന്നുമില്ല? അവൾ അവിടെ ഇരിക്കട്ടെ, നമുക്ക് പോവാ. വാടാ. മൂക്കിന്ന് പല്ല് വന്നു, എന്നിട്ട് സിനിമ കാണാൻ നടക്ക? മൂക്കിന്ന് പല്ല് വന്ന ഗന്ധർവനാ? ദേ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ദേ തള്ളേ, നിങ്ങൾ എന്റെ അമ്മയായതുകൊണ്ട് മാത്രം ഞാൻ ക്ഷമിക്കുക. എനിക്ക് പ്രായം കഴിഞ്ഞ അന്ന് തൊട്ട് തുടങ്ങിയ ഈ തള്ളയ്ക്ക് കുശുമ്പ്. എന്തിന്? നീ ആരാടി? ദേവലോകത്തെ മഹാറാണിയാ? പൂവ്, എന്നെ ഇനിയും കല്യാണം കഴിച്ച് അയച്ച് അവിടുത്തെ കരിയും പുകയൊക്കെ കൊണ്ട് ഒരു ഉണക്കപ്പാറ പോലെ ആകാൻ വഴിപാട് നടന്നല്ലേ നിങ്ങള്? ഈശ്വര, നീ ഒന്ന് ചത്ത് കിട്ടിയാ മതിയെന്നാ ഞാൻ വഴിപാട് നടന്നത്. നിന്നെ ഗർഭായിരിക്കുമ്പോഴാ ഇവിടെ വെള്ളപ്പൊക്കം വന്ന് നാട് മുങ്ങിയത്. നിങ്ങൾ ജീവിച്ചിരിക്കുന്ന കാരണം ഇടയ്ക്കിടയ്ക്ക് ഭൂമി കൊടുക്കാൻ വരണത്. നീ പോടി അവിടുന്ന്. ഓ, ഒന്ന് നിർത്താവോ? ഞാൻ ആ ടേപ്പും എടുത്തോണ്ട് വരാം. ആരുടെ ആക്കണ നീളം കൂടുതലും നോക്കാലോ. നീ എന്തിനാ ശശി ഇവിടെ കിടന്ന് ഒച്ച വെക്കുന്നേ? ഞാനല്ല ഒച്ച വെച്ചത്, ഈ കീരിയും പാമ്പുവാ. എന്ത് പറ്റി? പെട്ടെന്ന് എഴുന്നേറ്റ് വാ, നമുക്കൊരു സിനിമയ്ക്ക്. ഞാൻ എവിടേക്കും വരുന്നില്ല. എന്തു പറ്റി? എന്തു പറ്റി തുറന്നു പറയണം. എനിക്ക് നല്ല സുഖമില്ല. നല്ല ചൂട് പോകുന്നുണ്ടല്ലോ, ഞാൻ മരുന്ന് പുരട്ടി തരാം. എനിക്കൊരു മരുന്നും വേണ്ട. ഇതെന്തു പറ്റിടാ? മറ്റു പെൺകുട്ടികളോട് ചേട്ടൻ അടുത്ത് പെരുമാറുന്നത് എനിക്കിഷ്ടമല്ല. അയ്യേ, എന്തൊക്കെയോ തെറ്റിദ്ധരിച്ചു. പോട്ടടാ. ഒന്ന് വേഗം പറയാം, എനിക്ക് സ്കൂളിൽ പോകാനുള്ള. ചായ മേടിച്ചാടാ. ആ, വേഗം പറയാം. എഴുത്. എനിക്ക് എഴുതുവാനും വായിക്കുവാനും ഒന്നും അറിയില്ല. ഞാനിത് എഴുതിക്കുന്നത് വേറൊരാളെ കൊണ്ടാണ്. എന്റെ പേര് എഴുതട്ടെ? ആ, നിന്റെ പെങ്ങൾക്ക് ഞാൻ അടുത്ത ആഴ്ച എഴുതാറുണ്ട്. അതിൽ നിന്റെ പേര് വെച്ചോട്ടാ. ഇതൊന്നും എനിക്ക് പറ്റില്ല. നീ വേണമെങ്കിൽ എന്റെ പെങ്ങൾക്ക് ഒരു ലെറ്റർ എഴുതിക്കോടാ. നീ എനിക്ക് തന്ന കത്തിന് മറുപടിയാണിത്. അതിൽ ചോദിച്ചിരുന്ന പോലെ ഞാനൊരു ദേശീയക്കാരനൊന്നുമല്ല. അത് തന്നെയാണ്, ചേട്ടൻ ദേശക്കാരനാണെന്ന് എനിക്കറിയാം. പറഞ്ഞു ഞാൻ ദേ, ഞാനൊരു കള്ളുകുടിയനുമല്ല. കുടി ഡി ഡി
അത് ഡി അല്ല ലായാണ്. അന്ന് അങ്ങനെ എഴുതിക്കോ. ഞാനൊരു കള്ളുകുടിക്കാരനല്ല. അന്ന് ഞാൻ വെള്ളമടിച്ച് കവലയിൽ ബഹളമുണ്ടാക്കിയത് നിന്റെ മനസ്സറിയാൻ വേണ്ടിയായിരുന്നു. എന്റെ മനസ്സിൽ നീ തന്നെയാ. പറയാനുള്ളത് മടി കാരണം പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഇപ്പൊ സമാധാനായി. വീണ്ടും എഴുതുമല്ലോ. എനിക്കും കുറെ എഴുതണമെന്നുണ്ട്. എന്താ ചെയ്യാ, ഈ എഴുതി തരുന്ന ആൾക്ക് സ്കൂളിൽ പോകേണ്ട സമയമായി എന്ന് സ്വന്തം നിഗ്രഹം. എന്താ ഒന്നുമില്ല. തരില്ല. തരാനാ പറഞ്ഞത്. തരില്ല. ഇത് തരാൻ പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? പറ്റില്ല. പറ്റില്ലല്ലോ. പറ്റില്ല. എന്നാ എനിക്ക് വേണ്ട. എനിക്കിത് മതി. എന്താ സേവി, ഇന്ന് പണിക്കൊന്നും പോയില്ലേ? വണ്ടി വന്നിട്ടില്ല. ഞാൻ കലാഭവനിലോട്ട് പോവാ. നീ ഇവിടെ വരല്ലേ? എവിടെയാ? എന്ത് മറുപടി ഉടനെ കിട്ടണം. അത്രയ്ക്ക് തിടുക്കായോ? അതെ. ഇതെന്താ, ഇനി എപ്പോഴും ഇവിടെ കഴിയാൻ പോവാ? നിന്നെ കണ്ടുകൊണ്ടിരിക്കാൻ എന്ത് രസാന്നറിയാമോ? ലോഡ് വന്നു, വല്ലതും കഴിക്കണ്ടേ? ഞാൻ പിന്നെ വരാം. അതെ, അത് നാളെ തരാട്ടോ. എന്താ ആലോചിക്കുന്നേ? കുറച്ചു ദിവസത്തിനുള്ളിൽ നിന്നെ ഇവിടെ വിട്ട് പോകേണ്ടി വരുമല്ലോ എന്ന് ഓർക്കുമ്പോ ഞാനും വരട്ടെ. നിന്നെ കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പോഴല്ല, പിന്നെ പിന്നെ ഒരിക്കൽ. ലതേ, ലതേ, ലതേ. ആരാ? ലത ഇവിടെ ഇല്ലേ? ഇല്ല. ഇന്നെന്താ സാരിയൊക്കെ ഉടുത്ത് ഈ വഴി? ആളാകെ മാറിയല്ലോ. ഇത് ആരാ വാങ്ങിച്ചെന്നത്? തൽക്കാലം ഒരാള് വാങ്ങിത്തന്നെന്ന് അറിഞ്ഞാ മതി. ആരാ ഈ ഒരാള്? അതൊക്കെ സമയമാകുമ്പോ അറിയിക്കാം. ശശിയേട്ടൻ എന്തിയെ? ടൗണിൽ പോയതാ. മൂപ്പർക്ക് എപ്പോഴും നാട്ടുകാര്യങ്ങളല്ലേ. ആദരച്ചേച്ചിയുടെ കയ്യിൽ നിന്ന് ലത ഒരു നോവൽ വാങ്ങിച്ചിരുന്നു. അത് ചേച്ചിക്ക് ഉടനെ വേണമെന്ന് പറഞ്ഞു. ഏത് നോവല്? മരുഭൂമികൾ ഉണ്ടാകുന്നത്. അവളുടെ മുറിയിലുണ്ടോ നോക്കട്ടെ. മോളെ, ഞാൻ വേണ്ട, എന്നോടൊന്നും പറയണ്ട. ഞാനറിയാതെ നീയാണെന്ന് വിചാരിച്ച്. വേണ്ട, ഈ ആണുങ്ങളെല്ലാം എങ്ങനെയാ? ചതിയന്മാരാ. ഇങ്ങനൊരു ബന്ധം ഉണ്ടായിരുന്നെങ്കിൽ എന്നെ എന്തിനാ വെറുതെ നിങ്ങളുടെ ഇടയിലേക്ക് വലിച്ചു കയറ്റിയത്? മോളെ, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, നിന്റെ ശശിയേട്ടന് ഒരു അബദ്ധം പറ്റിയതാ. അതെ, ഒരബദ്ധം. എന്റെ കഴുത്ത് താലി കെട്ടി, അതാ അബദ്ധം. എനിക്കെല്ലാം മനസ്സിലായി. മോളെ, നീ എന്നെ തെറ്റിദ്ധരിക്കരുത്. കുറ്റ ഏറ്റു പറഞ്ഞ മതിയല്ലോ. അപ്പൊ എല്ലാം തീർന്നല്ലേ? എനിക്ക് മതിയായി. ഞാൻ എന്റെ വീട്ടിലേക്ക് പോയിക്കോളാം. എന്റെ മോളെ, ഈ ശശിയേട്ടന് നീ അല്ലാതെ മറ്റാരാ ഉള്ളത്? നിന്നെ അല്ലാതെ മറ്റാരെ ഞാൻ സ്നേഹിക്കാം? ഞങ്ങൾ പോയിട്ട് വരട്ടെ. ശരി. സിനിമാക്കാരൊക്കെ അകത്തായതാണ്.
അതേ വന്യരി കൃഷ്ണമൃഗം. ആ അല്ല, ഒന്ന് നിൽക്കണേ, ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ഞാനൊന്ന് കാണണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. സൗകര്യം കിട്ടണ്ടേ? ടൈലറിംഗ് ക്ലാസ്സിലോട്ട് വന്ന് കാണണമെന്ന് വിചാരിച്ചതാ. അവിടെ ഒക്കെ കുട്ടികളല്ലേ. അല്ല, ഒരു നിമിഷം, ഞാനൊരു റെഡിമെയ്ഡിന്റെ ബിസിനസ് ചെയ്താലോ എന്ന് ആലോചിക്കുകയായിരുന്നു. പക്ഷേ നോക്കി നടത്താനും മറ്റും കഴിവുള്ള ഒരാള് വേണം. ആരടിക്കാവുമ്പോ ഈ മിഷനടിയൊക്കെ അറിയാവുന്നതല്ലേ. എനിക്ക് വേണ്ടിയാണ് തുടങ്ങുന്നത്. അതെ, പക്ഷേ നാട്ടിലാരും ഇപ്പൊ അറിയണ്ട. തുണിയൊക്കെ തിരുപ്പൂരിൽ ഭയങ്കര ചീപ്പാണെന്ന് അറിഞ്ഞു. വിരോധമില്ലെങ്കിൽ നമുക്കൊന്ന് പോയി നോക്കി വന്നാലോ? നിനക്കൊക്കെ ബിസിനസ് എന്ന് പറഞ്ഞ് തുണി മേടിക്കാനും തുണി അഴിക്കാനും നിന്ന് വരുന്നവളുമാരുണ്ടാവും. എന്നെ അത്രയ്ക്ക് കാണല്ലേ. ഒരുത്തിയെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല. ഉടുത്തൊരുങ്ങി നടക്കുന്ന കണ്ടപ്പോ ഒന്ന് കൊളുത്തി നോക്കിയതാ, കേട്ടില്ല. മാങ്ങ കളിക്കുമ്പോഴേ അഞ്ചിന് പുളി അറിയൂ. നിനക്കറിയാലോ എന്റെ കാര്യം. എനിക്കങ്ങനെ അനുവാദം ചോദിക്കാൻ വേറെ ആരുമില്ല. ആഗോള ശശിധരനാ. അവനറിഞ്ഞാൽ പ്രശ്നമാവും. അപ്പന്റെ സ്വത്തുണ്ടെന്ന് പറയുന്നത് ആകെ 4 സെന്റാ. അപ്പം പള്ളിയിലെ കൈക്കാരനായിരുന്നു. മരിച്ചതിന് ശേഷം അമ്മച്ചിന്റെ വീട്ടിലായിരുന്നു എന്റെ കുട്ടിക്കാലം. അറിയാലോ അല്ല. ഒരു ദിവസം ഞാൻ ചെല്ലുമ്പോ ഈ 4 സെന്റ് സ്ഥലത്ത് ഒരു കുരിശുപള്ളി നിൽക്കണം. ഇനി ഈ കഥകളൊക്കെ കേട്ടാ എന്റെ മനസ്സ് മാറുമെന്ന് വിചാരിച്ചാ? അതല്ല പെണ്ണെ, ഈ കല്യാണം എന്നൊക്കെ പറഞ്ഞ ഒരു തമാശയാന്ന് വിചാരം. എന്താ, ഒരു ഭാരം ഏറ്റെടുക്കാൻ വയ്യാന്ന? അതല്ല, എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ചു, നമുക്ക് ഈ നാട് വിടാം. എടാ ഏറുപടക്കം, എന്തോ നിങ്ങളെ നാളെ മുടങ്ങിയത് കേട്ടത് ശരിയാണോ? പിന്നല്ലാണ്ട്. പക്ഷെ വേറൊരു കാര്യമുണ്ട്. നാട്ടുകാരുടെ കയ്യിൽ നിന്ന് തല്ലിമേടിക്കുമെന്ന ഈ പ്രശ്നത്തിനെ കുറിച്ച് എനിക്കൊരു സംശയം. ആഹാ, എന്നാ ഒരു കാര്യം ചെയ്യും, നീ 4 ഉഴുന്നുകൂടെ അങ്ങനെ അടി, താടി ഇങ്ങനെ എടുത്തു പോരട്ടെ. അത് കൊള്ളാം. ശക്തിയുള്ളവന് നാട്ടിൽ പാതിന ഒരു പഴഞ്ചൊല്ലു. എന്റെ കുഞ്ഞുനാളിലെ ഞാൻ ഇങ്ങനെ നല്ല വെണ്ണുരുള പോലെ ഇരിക്കുകയായിരുന്നു. ഞാൻ കുണുങ്ങി 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 നടന്നു വരുന്നത് കണ്ടാൽ നാട്ടിൽ കാണാൻ കൊള്ളാവുന്ന പെമ്പിള്ളേര് കണ്ടാ പറയും, ദേ കുട്ടിയാന വരുന്നെന്ന്. ഇപ്പോ കുഴിയാനെന്നായിരിക്കും പറയുന്നത്. 6 ആൾ പിടിച്ചാൽ ഒതുങ്ങില്ലായിരുന്നു എന്റെ 3 മുത്തച്ഛന്മാരെ. നല്ല രാജാവിനെ കിടിലം കൊള്ളിച്ചവനാ ശക്തിധരൻ പിള്ള. രണ്ടിലൊന്ന് ഇപ്പൊ അറിയണം. നിനക്ക് എന്നാ അറിയേണ്ടത്? നിങ്ങൾ രണ്ട് ചോദ്യാടോ കണ്ടാൽ അറിഞ്ഞു. അന്നും ഇന്നും ഞാൻ തന്നെയാ മുമ്പിൽ, അല്ലേടോ? അത് കൊള്ളാം. അന്ന് കൊമ്പൻ പൗലോസ് അടക്കം 6 പേര് വളഞ്ഞിട്ടും എന്നെ ഒതുക്കാൻ പറ്റിയില്ല. വീരവാദം നിർത്തുഗ്ര. അങ്കത്തട്ടിലിറങ്ങ്. ആരാണ് പോരാളിയെന്ന് അവിടെ തീരുമാനിക്കാം. അപ്പൊ മത്സരം ആരംഭിക്കുകയായി. ഏത് മത്സരം? അപ്പൊ മത്സരം ഇല്ലേ? ഞാൻ ടിക്കറ്റ് അടിച്ച് പിരിവ് തുടങ്ങാൻ പോവാ. എടാ എന്ത് മത്സരം? എന്ത് മത്സരം? ഞങ്ങൾ തമ്മിൽ മത്സരമോ? എടാ ഞങ്ങളോട് മത്സരിക്കാൻ 10-ാം മാസത്തിൽപ്പെട്ട ആമ്പിള്ളേർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്കത്തട്ടിലിറങ്ങ്. ഇറങ്ങി അപ്പോഴേക്കും പറഞ്ഞ നമുക്ക് ഈ മത്സരം ആരംഭിക്കാം. എനിക്ക് പേടിയാവുന്നു. സമയം എത്ര? ഈ ബസ് പോവും. വാ, പേടിക്കാനൊന്നുമില്ല. എനിക്ക് കോയമ്പത്തൂര് പരിചയമുള്ളവരുണ്ട്. ഒരു ജോലി കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. നമ്മൾ ഇവിടുന്ന് പോയിന്ന് പറയുമ്പോ നാട്ടുകാർ ഓരോന്ന് പറഞ്ഞുണ്ടാക്കിയോളും. അതൊക്കെ ഒന്ന് ശാന്താവുമ്പോ നമുക്ക് തിരിച്ചു വരാം. നീ ഇവളെ കൊണ്ട് രാത്രി എവിടെ പോണം? എന്താ നിന്റെ ഉദ്ദേശം? ഞങ്ങള് ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു. അതിന് ഒളിച്ചോടുക? നിങ്ങൾ പോകാൻ വരട്ടെ. എല്ലാവരുമായിട്ട് ആലോചിച്ചിട്ട് ഞാൻ ഒരു വഴി ഉണ്ടാക്കാം. ഞാൻ ഒരു വീടെടുത്ത് തരാം. തൽക്കാലം അവിടെ താമസിക്കും. നമുക്ക് കുമളി ഗസ്റ്റ് ഹൗസിൽ ഒന്ന് വിളിച്ചു ചോദിച്ചാലോ? ഒന്ന് പോടോ കുമളി ഗസ്റ്റ് ഹൗസ്. എന്റെ സംശയം കുഞ്ചുകുറുപ്പിന്റെ മകൾക്ക് ഒരു പ്രേമുണ്ടെന്നാ. ഏയ് വല്ല രാഷ്ട്രീയക്കാരൻ തട്ടിക്കൊണ്ട് പോയാന്നാ എന്റെ സംശയം. അവർക്ക് 17 വയസ്സല്ലേ ആയിട്ടുള്ളൂ. 17 വയസ്സുള്ളൂ. കറക്റ്റ്. പീഡിപ്പിക്കേണ്ട പ്രായം. ആരെങ്കിലും കൊണ്ടുപോയി കാണും. ഒരു കള്ള ലക്ഷണമുള്ള ഒരുത്തൻ കവലെ ചുറ്റിക്കറങ്ങി നടക്കണേ. ഏറുപടക്കമാണല്ലോ ഓടി വരുന്നത്.
ആകെ പ്രശ്നമായി ഓടി മൊത്തം പ്രശ്നമായി സേവി വഴി പറ്റിച്ച് ആ ശാലിനി നമ്മുടെ സേവനോട് ഒളിച്ചോടിപ്പോയി കൂടെ ശശിയുണ്ട് നീ എന്നോട് ഒന്നിപ്പോ കാണിച്ചില്ലപ്പാ ഇപ്പൊ ഞാൻ പറഞ്ഞത് എന്തായി? അതിനു മുമ്പ് ഞാൻ മനസ്സിലാക്കിയിരിക്കല്ലേ, അതല്ലേ ഞാൻ പറഞ്ഞത്. എന്റെ പാപ്പരക്കലമ്മേ, എന്നാലും അവൾ ഒരു അന്യജാതി മതസ്ഥന്റെ കൂടെ പോയല്ലോ. എന്റെ ശാലിനിക്കുട്ടി കണക്കൂട്ടിലൊക്കെ തെറ്റിച്ചില്ല മോളെ. അവള് ചെയ്തത് ശരിയച്ചാ. മോളെ, നീയും അവളുടെ ഭാഗത്താണോ? അതെ, അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരുത്തിനെ അവൾ തന്നെ കണ്ടെത്തി. എന്നാലും ജാതിയിൽപ്പെട്ട ഒരുത്തനായിരുന്നെങ്കിൽ വിരോധമല്ലായിരുന്നു. ജാതിയും ജാതകപ്പൊരുത്തവും നോക്കിയല്ലേ എന്നെ വിവാഹം കഴിച്ചയച്ചത്. എന്നിട്ടെന്തായി? ഒരിക്കലും എന്റെ ഗതി അവൾക്ക് വരുമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. എല്ലാം കൊണ്ടും അവൾക്ക് ചേർന്നവനാ സേവി. തറവാട്ട് മഹിമയും കുടുംബസ്വത്തും ഒന്നും ഇല്ലെങ്കിലും പണിയെടുത്ത് കുടുംബം പോറ്റാനുള്ള പ്രാപ്തിയുണ്ട് അവന്. എന്റെ മോക്ക് നല്ലത് വരുത്തണേ ഈശ്വര. മതി മതി, എടാ നിങ്ങളും കൂടി ഇരിക്കടാ. നീ ആദ്യം കഴിക്കും, എന്നിട്ട് മതി ഞങ്ങള്. എടാ സേവി, നിന്റെ കല്യാണം ഞാൻ ഇങ്ങനെയൊന്നും അല്ല വിചാരിച്ച്. നല്ല ചിക്കൻ ബിരിയാണി, മീൻ കറിയും, ഇച്ചിരി കടലാസും ഒരു ലഡുവും ഇച്ചിരി ചമ്മന്തിയും. പക്ഷെ ഇതൊരു കല്യാണമാണെന്ന് എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല. എന്തു പറ്റി? ശാലിനി എന്താ വല്ലായിരിക്കുന്നത്? ഇത്ര പെട്ടെന്ന് അച്ഛനും ചേച്ചിനും പിരിയേണ്ടി വരുന്നു വിചാരിച്ചില്ലടാ അല്ലേ? ശാലിനി, അച്ഛൻ വന്ന് പുറത്ത് നിൽക്കണു. മോളെ, സ്വന്തം മോളുടെ കല്യാണത്തിന് വിളിച്ചില്ലെങ്കിലും ഒരച്ഛന് വരാലോ. എന്റെ പൊന്നുമോള് പെട്ടെന്ന് ഞങ്ങളൊക്കെ മറന്നല്ലേ? എന്നോട് ക്ഷമിക്കൂ അച്ഛ. ഞാൻ എവിടെയായിരുന്നാലും എന്റെ മോള് നന്നായിരുന്നാ മതി. എന്റെ മോക്ക് തരാനായി ഈ അച്ഛന്റെ കൈ ഇത്രയ്ക്കേ ഉള്ളൂ. അച്ഛനകത്തേക്ക് വരൂ. വേണ്ട മോളെ, ഞാൻ പിന്നീട് വരാം. ചെല്ലട്ടെ. എന്റെ മോള് നന്നായി വരും, നന്നായി വരും. ഇതിന്റെയൊക്കെ പേര് തോന്നിവാസന്നാ. എത്രന്ന് വെച്ചിട്ട് ക്ഷമിക്കുക, ഇനി കാക്കണില്ല. എല്ലാ കാര്യത്തിനും അതിലുണ്ട്. ഇത് മനഃപൂർവ്വം കളിയാക്കുന്നതില്ല. അളി എന്താണെന്ന് മണ്ടാത്തത്? തീരെ നിവർത്തിയില്ലാത്ത ഏതോ കുരുക്കിൽ പെട്ടിട്ടുണ്ടാവോ. അവനൊന്ന് ഇങ്ങോട്ട് വന്നോട്ടെ. അമ്മ എന്ത് പറയുന്നു? നിങ്ങളൊരു കാര്യം ചെയ്യും, വേഗം പുറപ്പെടാൻ നോക്ക്. അവൻ വന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അങ്ങോട്ട് വിടുന്ന കാര്യം ഞാൻ ഏറ്റു. എന്നാൽ ഇറങ്ങാം. എന്നാലും അവനോടൊരു വാക്കു പറയാതെ. ഒരേ എന്നാലും വന്നാലും ഇല്ല. അവനോട് ഇന്നലെ മുത്തച്ഛന്റെ ശാന്തത്തിന് വരാൻ പറഞ്ഞിരുന്നല്ലേ? അത് അവനെന്തോ അസൗകര്യം ഉണ്ടായതുകൊണ്ടാണെന്ന് പറഞ്ഞു. ഒരു വിവാഹം എന്നൊക്കെ പറഞ്ഞാൽ കുട്ടിക്കളിയൊന്നുമല്ല. ആ അസൗകര്യങ്ങളൊക്കെ തീരട്ടെ. എന്താ നീ വരണില്ലേ? എനിക്ക് അവനോടൊന്ന് സംസാരിക്കാനുണ്ട്. ഒന്ന് അങ്ങോട്ട് വരാൻ പറയൂ. അയാളുടെ മട്ടും ഭാവം കണ്ടെത്തുന്നു അവനെന്തോ വലിയ തെറ്റ് ചെയ്തു എന്ന്. ശശിയോടൊരു വാക്ക് പോലും ചോദിക്കാതെ അവൾ ഇറങ്ങി പോയത് കണ്ടില്ലേ? ഇപ്പോഴത്തെ പെൺകുട്ടികളുടെ ഒരു അഹങ്കാരം.
ഗോപികെ ഗോപികെ ഗോപി അവളുടെ അച്ഛൻ വന്ന് കൂട്ടിക്കൊണ്ടുപോയി. എപ്പോ? നിന്റെ പെണ്ണ് എപ്പ എങ്ങടാ പോയതെന്ന് ഞങ്ങളോടാണോ ചോദിക്കുന്നത്? അവക്ക് ഇവിടെ ആരും ഒന്നും അല്ലല്ലോ. എന്നാലും നിന്നോടൊരു വാക്ക് ചോദിക്കാണ്ട് പോയപ്പോ പെണ്ണ് പെണ്ണാണേ. നീ വന്നിട്ട് പോയാ പോരെന്ന് ഞാനൊന്ന് ചോദിച്ചപ്പോ വെട്ടുപോത്ത് നോക്കണ പോലെ ലയല് നോക്കിയത്. നീയൊന്നും തുടങ്ങാതെ എന്റെ കൊച്ചമ്മണി. ഏതായാലും അവൾ അവളുടെ അച്ഛന്റെ കൂടെ അല്ലേ പോയത്? മോൻ വന്ന് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. എന്നാലും ഇപ്പോഴത്തെ പെണ്ണുങ്ങളുടെ ഒരു ധൈര്യേ. താലി കെട്ടിയോന്ന് ഒരു വിലയില്ലാണ്ടായി. കഷ്ടം. നിനക്കെന്താ ചെയ്ത അമ്മണി? നിന്റെ നാക്കൊന്ന് അടക്കിടുവോ? ഓ, ഞാൻ പറയണത് കുറ്റാണോന്ന് സാക്ഷി പറയട്ടെ. അവന്റെ പെണ്ണല്ലേ പോയത്? നീ ചെല്ലു ശശി. അമ്മണിയമ്മായി പറഞ്ഞാ ശരി. ഒന്നുമില്ലെങ്കിലും അവൾക്ക് എന്നോടൊരു വാക്ക് വെച്ചിട്ട് പോകായിരുന്നില്ലേ? ആ, ആണുങ്ങളായ ഇങ്ങനെ തന്നെ വേണം. എടാ, നീ ഇവളുടെ വാക്ക് കേട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കാതെ വേഗം പുറപ്പെടാൻ നോക്ക്. വേണ്ട മുത്തശ്ശി, എന്നോട് ചോദിക്കാതെയല്ലേ അവള് പോയത്. കാണാണ്ടാവുമ്പോ തന്നെ തിരിച്ചു വന്നോളൂ. വരുന്നുണ്ട് രാവിലെ തന്നെ രാക്ഷസ പണിക്ക്. രാക്ഷസൻ നിന്റെ അച്ഛൻ. എന്റെ വായിന്ന് പുളിച്ചതെറി എത്ര കേട്ടാലും നിനക്ക് മതിയാവൂല അല്ലേ രാവണൻ പിള്ള? അച്ഛനെ പറയരുത്. വെറുതെ അല്ല ആരാമയുടെ വയസ്സായിട്ടും പെണ്ണ് കിട്ടാത്തത്. ദുഷിപ്പും. ഞാൻ പെണ്ണ് കിട്ടിയില്ലെങ്കിൽ തനിക്ക് എന്താടും? തന്നെ അച്ഛാന്ന് വിളിക്കാനായിട്ട് 4 ആൺപിള്ളേര് വേറെ ഉണ്ടല്ലോ. നിങ്ങളൊരു വിശേഷം അറിഞ്ഞോ കൂട്ടരെ? ഇല്ല. എന്ത് വിശേഷം? നമ്മുടെ ഗോപിക എവിടുന്ന് പോയി? രാമവർമ്മയുടെ മോൻ ശശിയുടെ ഭാര്യ. ആ തന്നെ. ഓഹോ, ശശിയുടെ ഭാര്യ പോയിന്ന്. എന്താ കാര്യം? ആ യൂണിയൻകാരൻ സേവിയുടെ കെട്ടിയോളുമായിട്ട് ശശിക്ക് എന്തൊക്കെയോ ഉണ്ടായിരുന്നു അത്രേ. ആര്? നമ്മുടെ കുറുപ്പിന്റെ മോള് ശാലിനിയായിട്ട്. ശിവ ശിവ. ഞാൻ പോണു. ശശിക്ക് അതെ, എന്റെ കണ്ണോട് ഞാൻ പ്രവാസം കണ്ടതാ. എനിക്കാണ്ട് വിശ്വസിക്കാൻ പറ്റില്ല കേട്ടോ. എത്ര കാലമായി തുടങ്ങിയിട്ടെന്ന് ആർക്കറിയാം. എന്തെങ്കിലും ഇല്ലാതെ നാട്ടുകാർ വെറുതെ പറയും. നീ എന്ത് പറയുന്നു? എനിക്ക് തോന്നണില്ല. പ്രശ്നകുമാരാ എവിടെയാവൻ? ആര്? സേവി. യൂണിയൻ ഓഫീസിൽ കാണും. എന്താ പ്രശ്നം? നീ കേറടാ. നീ ഇങ്ങോട്ട് കേറാ. മുതലാളി എന്തെങ്കിലും കാര്യമാണ് നിന്നെ വിളിക്കോ? ഇങ്ങോട്ട് കേറ്. കേറിക്കോടാ. ആന്റെ ഒപ്പം വെറുതെ വിളിക്കില്ലെന്ന് നിനക്ക് അറിവുള്ള കാര്യമല്ലേ? നീ ഇങ്ങോട്ട് കേറടാ. നീ കേറ്. മുതലാളി ആദ്യം സംസാരിക്കട്ടെ. പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചയ്ക്കെന്ത് കാര്യം എന്നായിരിക്കും അല്ലേ? ആരെന്ത് പറഞ്ഞാലും അവൻ ചുണക്കുട്ടിയാ. താൻ എന്തൊക്കെ പറഞ്ഞു തന്നെ? അതൊക്കെ വിശദമായിട്ട് പറഞ്ഞു തരാം. ശരി മോനെ, നീ അങ്ങോട്ട് കേറടാ. വണ്ടി കേറടാ. കേറ്. എന്താ കാര്യം? ആർക്കറിയാം? സേവി സേവി സേവി. അല്ല, ശശിയേട്ടനോ? സേവി വന്നില്ലേ? ഇല്ല, പുള്ളിക്കാരൻ ഇതുവരെ വന്നില്ല. ഇവൻ ഇതുവരെ അവിടെ പോയി കിടക്ക. സന്ധ്യക്ക് ഇവിടെ കുറച്ച് മീനും കൊണ്ട് തന്നിട്ട് പോയതാ. എന്നാ പിന്നെ വരാം. ഗോപിയേട്ടത്തിയെ ഒന്ന് കാണാൻ കൂടി പോയില്ല അല്ലേ? പോകേണ്ടതായിരുന്നു. വീട്ടുകാരെന്തു പറഞ്ഞാലും അവനവനല്ലേ തീരുമാനം എടുക്കേണ്ടത്. ഞാനതിന് തീരുമാനം. അതിനാലോചിക്കാനൊന്നുമില്ല. ശശിയേട്ടൻ ചെന്ന് ഇങ്ങോട്ട് കൊണ്ടുവരണം. നിനക്ക് കാര്യപ്രാപ്തി ഇത്ര കൂടിയിട്ടുണ്ട്. ഞാൻ പിന്നെ വരാം. ശശിയേട്ടാ, അല്ല ഇന്നിവിടെ പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താ വിശേഷം? ആ, ചെറിയൊരു പിറന്നാള്. ആരുടെ? എന്റെ. ആഹാ, എന്നാ പായസം കുടിച്ചിട്ട് എന്റെ കാര്യം. വരൂ. എനിക്കിത്രേ അറിയത്തുള്ളൂ. താനൊരു കാര്യം മനസ്സിലാക്കണം. എന്റെ കെട്ടിയോളിയും ശശിനെയും പറ്റിയാ താനിത് പറയണ. ഇത് ഞാൻ പറയുന്നതല്ല, നാട്ടുകാര് പറയുന്നതാ. അഥവാ ഇനി ഇത് സത്യമല്ലെങ്കിൽ ഒളിച്ചോടാൻ നിന്ന നിങ്ങളെ എന്തിനാ ശശിധരൻ തിരിച്ചു കൊണ്ടുവന്ന് വീടെടുത്ത് പാർപ്പിച്ചത്? ഇതൊക്കെ പ്രശ്നമാണ് സേവി. നീ ഇവിടെ ഇങ്ങനെ നിൽക്കാതെ വീട്ടിലോട്ട് ചെല്ല്. കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കണോ? അല്ലേ പ്രശ്നകുമാര? കൊള്ളാം, വളരെ നന്നായിരിക്കുന്നു. കളിയാക്കല്ലേ? ഇത്രയും മധുരം വേണ്ടായിരുന്നു.
മധുരം കൂടി പോയെന്ന് വെച്ച് മരിക്കൊന്നുമില്ലല്ലോ. പണ്ടത്തെ പോലെ അല്ലല്ലോ, വയസ്സും പ്രായമൊക്കെ ആയില്ലേ. അതൊക്കെ വെറും തോന്നല. നന്നായി നന്നായി. എടാ ചെറ്റേ, നീ എന്റെ കുടുംബം കഴിപ്പിക്കണോ? ഇവളെന്നെ ചങ്ങിലെ ചോരടാ. നീ വേറെ എന്ത് വേണം എടുത്തോ. ഇനി വേറെ എന്റെ മുറ്റത്ത് കാലി വെച്ച് കൊന്നു വിളിക്കാൻ പോടാ. ഞാൻ ഈ പറഞ്ഞതെല്ലാം അവന്റെ സ്വഭാവ ദൂഷ്യത്തിന്റെ ഒരു അംശം മാത്രം. അല്ല, അവനെയും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ സ്വഭാവ ഗുണം എന്ന് പറയുന്നത് തറവാട്ടുകാർക്ക് പറഞ്ഞിട്ടുള്ളതല്ലേ. രാജശേഖരവർമ്മയ്ക്കും മരുമകന്റെ പോക്ക് ഏകദേശം മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ചിലതൊക്കെ ഞാനും കേട്ടു. കേട്ടതൊക്കെ ശരി തന്നെ. വിവാഹത്തിന് മുൻപ് അവന്റെ സ്വഭാവത്തെക്കുറിച്ച് ഈ നാട്ടുകാരോട് അന്വേഷിക്കാത്തത് വലിയ കഷ്ടമായിപ്പോയി. എല്ലാം മറന്നേക്കുക, അത്ര തന്നെ. നമ്മുടെ കുടുംബത്തിന് ചേർന്ന ബന്ധമല്ല. ഇനി ഒന്നും ആലോചിക്കാനില്ല. വക്കീലിനെ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അച്ഛൻ ശശിനെ കണ്ടില്ലേ? അവന്റെ പുതിയ വിശേഷങ്ങൾ എന്റെ മോൾ അറിയേ. ആ കുഞ്ചുണ്ണിക്കുറുപ്പിന്റെ മകളില്ലേ, ശാലിനീന്നോ മറ്റോ പേരുള്ള ഒരുത്തി, അവളെയും ശശിയെയും കുറിച്ച് നാട്ടുകാർ പറയുന്നത് കേട്ട് എന്റെ തൊലി ഒരിഞ്ഞു പോയി. ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. എന്റെ മോളെല്ലാം മറന്നേക്ക്. ഇല്ല, ഇല്ല, എനിക്ക് ശശിയോട് സംസാരിക്കണം. നിന്നെ വേണ്ടാത്തവനെ നിനക്കും വേണ്ട, മനസ്സിലായില്ലേ? എല്ലാം വെറുതെ ഓരോരുത്തർ പറഞ്ഞുണ്ടാക്കുന്നതാ. എനിക്കെന്റെ ശശിയേട്ടനെ കാണണം. ഒരക്ഷരം വേണ്ടി പോകരുത്. എന്താ വേണ്ടത് എനിക്കറിയാം. വിചാരം ചെറ്റേ കൊച്ചാപ്പി പോക്കൃത്രം പറയരുത്. ആനന്ദപുരത്തെ ചുണക്കുട്ടികളുടെ കയ്യൂക്കിനെ കുറിച്ച് നിന്റെ ആനപ്പനോട് വെച്ചാ പറയും. ആരാണ് ഇവിടുത്തെ ചുണക്കുട്ടികൾ? ഞാൻ തന്നെ ഇടാം. ചുണയുണ്ടെങ്കിൽ നിന്റെ ആനപ്പനോട് നേരിട്ട് വരാൻ പറ. കൈ മാറ്റണ വെട്ടാൻ പറഞ്ഞ പോത്തിന്റെ ചെവിയിൽ വേദവാക്യം അതാണ്ട് കാണ്ടാ നിന്റെ ചങ്കുറ്റ പുല്ലേ. നിങ്ങൾ സമാധാനമായിട്ടിരിക്കൂ. വക്കീലിനോട്ട് സഹായിക്കാൻ മാത്രമുള്ള കാര്യമൊന്നും ഉണ്ടായില്ലല്ലോ. അവനോട് ഞാനിത് എങ്ങനെയാ പറയാ? അവനോട് എത്ര തവണ പറഞ്ഞിട്ടുള്ളതാ ഈ നാട്ടുകാരെ സേവിക്കൽ നിർത്ത്. ഗോപികയെങ്കിലും അവനെ മനസ്സിലാക്കേണ്ടതായിരുന്നു. കുന്തം ഗോപിക ഇങ്ങോട്ട് കയറിയത് മുതൽ ആവശ്യത്തിനും അനാവശ്യത്തിനും തിരിവെക്കാനല്ലേ ഇവിടെ ആൾക്കാരുള്ളൂ. നാരദമുനിയെ പോലെ ഒരുത്തിയുണ്ട്, കാഷായമിട്ട് കാശിക്ക് പോയിട്ടും ഗുണം പിടിക്കാത്തവൾ. ഞാൻ ഗുണം പിടിക്കാത്തോളാ, സമ്മതിച്ചു. അവള് ചെയ്തല്ലേ ശരി. നാട്ടില് പെമ്പിള്ളാര് തിങ്കളാഴ്ച വ്രതം നോട്ട് നടക്കുക നല്ല ചെക്കനെ കിട്ടാൻ. ഇത്രയും തങ്കപ്പെട്ട ഒരു ചെക്കനെ കിട്ടിയിട്ട് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കണു. നീയൊന്നും മിണ്ടാതിരിക്കണമണി. അവരെന്റെ മോനെ തൂക്കിക്കൊല്ലൊന്നുമില്ലല്ലോ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? നീ ബോഡിയകത്ത് ഗുണതോളിച്ച് ചെക്കനിപ്പം കോടതി കയറാൻ പോവുകയാ. അപ്പോഴാ അവളുടെ ഒരു ബില്ലടിച്ചാൻ പാട്ട്. അവര് ഡൈവോഴ്സ് നോട്ടീസ് അയച്ചിരിക്കുന്നു. നിങ്ങൾ രണ്ടുപേരും കുറ്റക്കാരല്ല. ചെറിയ ചെറിയ കാര്യത്തിന് നിങ്ങൾ അകന്നിക്കരുത്. എന്റെ മോൻ പോയി അവളെ വിളിച്ചുകൊണ്ടു വാ. ജീവിതമല്ലേടാ മോനെ, നമ്മളിതിൽ താണാലും സാരമില്ല. എന്താ നിനക്കിവിടെ കാര്യം? എനിക്ക്
എന്റെ ഗോപി ഒന്ന് കാണണം. നിന്റെ ഗോപികയോ? അച്ഛൻ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. എന്റെ ധാരണകളൊന്നും തെറ്റിയിട്ടില്ല. എന്റെ മകളുടെ ഭർത്താവിനെ കുറിച്ച് എനിക്ക് ചില സങ്കല്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതും നീ തെറ്റിച്ചു. ഇനി ഈ ബന്ധം കൂടെ അവസാനിപ്പിക്കാം. എനിക്ക് ഗോപിയോടും സംസാരിക്കാം. നിനക്ക് എല്ലാവരും ഗോപികമാരല്ലേ? പറഞ്ഞു കേട്ടിടത്തോളം ആസാമിലും കാശ്മീരിലും ഒക്കെ നിനക്ക് ശാലിനിമാർ വേറെയും കാണുമല്ലോ. ഒരിക്കൽ പറഞ്ഞ വാക്ക് പിന്നീട് തിരിച്ചെടുക്കാൻ കഴിഞ്ഞൊന്നും വരില്ല. ഓ പരിഭവമോടെ നിറമിയോടെ പകലും പൊലിയുന്നു ഇരുളായലിയുന്നു നിറവാർമുകിലായുരുകും മനസ്സിൽ പൊഴിയാമഴവേതൊഴിയുന്നു പരിഭവമോടെ നിറമിഴിയോടെ പകലും പൊലിയുന്നു കാതരമേതോ കുയിലിൻ പാട്ടും പാഴ്ശ്രുതിയാവുന്നു നെഞ്ചിൽ നിലാവായി നിറയും നോവിൻ പാടുകൾ ചൂടുന്നു ഒരു കുളിർവാക്കിൻ ഇളനീർ മധുരം പകരാൻ വരുമോ വീണ്ടും ഒരു കുളിർവാക്കിൻ ഇളനീർ മധുരം പകരാൻ വരുമോ വീണ്ടും പരിഭവമോടെ നിറമിഴിയോടെ പകലും പൊലിയുന്നു ഓർമ്മകൾ നീറും മനസ്സിൽ മൗനം സാന്ത്വനമാവുന്നു നീറിനുറുങ്ങും നെറുകിൽ സ്നേഹം ചന്ദനമാവുന്നു അണിവിരലാൽ നീ തഴുകും നേരം ഹൃദയം പൂവാകുന്നു അണിവിരലാൽ നീ തഴുകും നേരം ഹൃദയം പൂവാകുന്നു പരിഭവമോടെ നിറമിഴിയോടെ പകലും പൊലിയുന്നു ഇരുളായി അലിയുന്നു നിറമാർമുകിലായുരുകും മനസ്സിൽ പൊഴിയാമഴ
കുറുപ്പേ അവനെവിടെയാ ശശി? പറയടോ. എനിക്കറിയില്ല. നിന്നെ എല്ലാം ഇവിടുന്ന് കുടിയിറക്കി എല്ലാം നേരെയാക്കിയിട്ട് ഞാൻ പോവും. ആരെതിർത്താലും കൊന്നുകളയും. ഒറ്റക്കൻ ഒന്ന് പറഞ്ഞ അത് നടത്തിയിരിക്കും. എന്താടേ തന്തയെ തൊട്ടപ്പോ നൊന്നോ നിനക്ക്? ഈ കാണാനിരിക്കുന്നേ ഉള്ളൂ. കരുതിയിരുന്നോ? തൃശൂർ പൂരത്തിന് ഗുണ്ട് പൊട്ടുന്ന പോലെ ഒരു അടി കണ്ടിട്ട് കാലം എത്ര ആയടോ? എങ്കിൽ അധികം താമസിയാതെ കാണാം. ഒറ്റക്കൻ എന്ന് പറഞ്ഞ ആരാ? ഗർഭം കലിക്കല്ലേ? കാര്യമ്പറ്റക്കാരുമായിട്ട് ഇനിയൊരു പ്രശ്നത്തിന് പോകാതിരിക്കുന്നതാണ് ശശിയെ സംബന്ധിച്ചിടത്തോളം നല്ലതെന്ന് അങ്ങോട്ട് പറഞ്ഞേക്കാം. വരാനുള്ളത് വഴി തങ്ങോ? അത് ശരിയാ. പന്ത് കളി കിടക്കുണ്ടായ വഴക്കിലല്ലേ ശശി അവനെ തല്ലിച്ചാൽസ്. വോട്ട് കിണ്ട് കട്ടുവിറ്റ് ബോംബെ പോയവനാ. ഇപ്പൊ അവന്റെ സ്ഥിതി എന്താണെന്ന് അറിയോ? ബോംബെ അധോലോകത്തിന്റെ 18 അടവും പമ്പരം പാച്ചിലും പഠിച്ചിട്ടാ അവൻ മടങ്ങി വന്നത്. ആകെ പ്രശ്നമാവോ? നിങ്ങൾ എന്തിനാ ശശിയുടെ കൂടെ നടന്ന് വെറുതെ തടി വടക്കാക്കുന്നത്? കുറച്ചു കാലം കൂടി ഓണത്തിന് ഉപ്പേരി അടിക്കണ്ടേ? ആരുടെ കൂടെ നടന്നാലും തല്ലുറപ്പാ. ഇവിടെ ശരീരത്തിനാണ് ഉറപ്പില്ലാത്തത്. എന്തോ ഇത്ര നേരം വെള്ളം ഒഴിച്ച് കുടിച്ച ആൾക്കാർ ഇപ്പൊ സോഡ വേണോ അല്ലേ? ആ സോഡയും സാധനം കുടിക്കുമ്പോൾ എടുത്ത് ഒഴിച്ച് കഴിക്ക്. എന്താണ് നോക്കിയിരിക്കണത്? എല്ലാം കുഴിച്ച് ബാക്കി ഇറച്ചിയൊക്കെ തിന്നുന്നില്ല. എനിക്കൊരു വെക്കൊഴിക്ക്. അതേ ഒഴിച്ച്. എനിക്ക് സോഡ നിർബന്ധമില്ല. ഇത് തന്നെ എങ്ങനെ നിറച്ചോ? ഞാൻ നിയന്ത്രിച്ചുകൊണ്ടാണ് അവൻ രക്ഷപ്പെട്ടത്. എന്റെ അപ്പൻ വാറുണ്ണി അന്തോണികൾ ഉണ്ടാകുന്ന നേർച്ച നേർന്നതിന്റെ പിറ്റേ തോടാണിക്കാണ് ഞാൻ ഉണ്ടായത്. നിർത്തണ ഒച്ചാത്തി. വെറുതെ എന്റെ സ്വഭാവം മാറ്റരുത്. അതൊരു പ്രശ്നമാക്കണ്ട പ്രശ്നകുമാര. എന്നെ തൊട്ട അവനെ തട്ടും, അവനെ തൊട്ട എന്നെ തട്ടും. കരിമ്പറ്റക്കാരത്ര ചെറ്റകളല്ലെന്ന് ആനന്ദപുരത്തെ ആൺകുട്ടികളൊക്കെ ഒന്ന് മനസ്സിലാക്കട്ടെ. ഈ പറഞ്ഞോണ്ടിരുന്നല്ലേ ഈ കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാർക്ക് കേൾക്കാനുള്ള സൗകര്യം വേണ്ട. അവ ഒഴിച്ചോണ്ടിരിക്കണ ഒരുമാതിരി പിച്ചക്കാർക്ക് ശമ്പളം കിട്ടുപോലെ ഒരു എനിക്ക് കാണാനില്ലേ? നിങ്ങൾ ആരുടെ കൂടെയാണെന്ന് ഇപ്പൊ പറയണം. എന്റെയോ അതോ ചെറ്റയുടെയോ? ആനന്ദപുരത്ത് ഒരു ആൺകുട്ടി മതി. അതിനിപ്പോ ഇവിടെ എന്താണ് പ്രശ്നം? പ്രശ്നം ശശി. മാളിക വെട്ടി ശശി. വാറുണ്ണി ഇവനെ കൊണ്ട് വീട്ടിലാക്ക. ഞാനൊന്ന് പറയാൻ തുടങ്ങിയിരുന്നു. എന്നാ വായിക്കോ? അല്ല പിടിയെന്ന് പറഞ്ഞത് മഴമഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ എന്നെയാ. കിടക്കാം. മഴമഞ്ചൽ നീ എന്നെ ഇവിടെ തീരെ പ്രതീക്ഷിച്ചില്ലല്ലേ? പക്ഷെ ഇത്ര പെട്ടെന്ന് നീ എന്റെ മുന്നിൽ വന്ന് ചാടുമെന്ന് കരുതിയില്ല. അതും ഇങ്ങനെ. നീയാണല്ലേടാ ഇപ്പൊ ഇവിടെ മറ്റവൻ. കരിമ്പറ്റക്കാരെ വെല്ലുവിളിക്കാൻ മാത്രമല്ല പട്ടി.
ചെയ്യാത്ത തെറ്റിന് നീയുള്ള കുറ്റക്കാരിയാക്കി കുടിച്ചു കൂത്താടി നടന്ന സമ്മാടികൾ അടിക്കുത്തഴിക്കാൻ പോകുന്ന ഇവളുടെ ആയിരിക്കും. എടാ ആണാണെന്ന് പറഞ്ഞ് നടന്നാ പോടാ. കിട്ടിയ പെണ്ണിനെ സംരക്ഷിക്കാൻ കൂടി പഠിക്കണം. രണ്ടു തെണ്ടികൾ എല്ലാം നശിപ്പിച്ചു. എത്ര പാടുപെട്ട ആ ശശിയെയും സേവിയെയും തമ്മിൽ അകറ്റിയെന്നറിയോ? ഒരു പെണ്ണിനെ കണ്ടപ്പോ എല്ലാം തകർത്തില്ല അവന്മാര്. ഇനി അവന്മാര് തമ്മിൽ ഒന്നായാലും നമുക്കൊരു ചുക്കുമില്ല. ഇത്തവണ അവൻ രക്ഷപ്പെട്ടു. വിടില്ല ഞാൻ അവനെ, വിടില്ല. ശശി, മോനെ ശശി, നിനക്ക് ടെലിഗ്രാം വന്നിട്ടുണ്ട്. എന്താ മോനെ ടെലിഗ്രാം? സഡൻ ഓർഡർ, പെട്ടെന്ന് പുറപ്പെടാൻ. ഉടനെ അവിടെ എത്തണം. എനിക്കെന്റെ ശശിയേട്ടനെ ഇപ്പൊ തന്നെ കാണണം. അറിയണ്ട. എനിക്കൊരു തെറ്റുപറ്റി. ഇനി എന്താ വേണ്ടെന്നാ മനസ്സിലായി. അല്ലെങ്കിലും ശശി ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഒക്കെ നിങ്ങളെ തീരുമാനങ്ങളാ. അവനൊരു ആൺകുട്ടിയല്ലേ, വാശി കാണാതിരിക്കോ? നീ വരുമെന്ന് ഞാൻ വിചാരിച്ചു. നിന്നെ കണ്ട് കൊതി തീർന്നിട്ടില്ല. ഞാൻ ഒരു തെറ്റും ചെയ്തില്ലല്ലോ. നീ എന്തിനാ എന്നെ ഉപേക്ഷിച്ചു പോയത്? നിന്റെ വിഷമം എനിക്ക് മനസ്സിലാകും. ഒന്നും മനഃപൂർവ്വമായിരുന്നല്ലോ. വണ്ടിയുടെ സമയം തെറ്റും. വരൂ. അവളെ പറഞ്ഞു മനസ്സിലാക്കി അച്ഛൻ കൊണ്ടുവന്നോളാം. മോൻ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. പോയിക്കോളൂ. അങ്ങനെ പോകാൻ വരട്ടെ. ചില കണക്കുകളൊക്കെ തീർക്കാനുണ്ട്. ഇവനെ മനസ്സിലായല്ലോ? എന്റെ അനുജൻ കൊച്ചക്കൻ. ദയവ് ഇതിനെ തടയരുത്. ഞാൻ പോട്ടെ. വേണ്ട, ഇനി ഒരു വഴക്ക് വേണ്ട.